അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവയൊന്നും മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയകമായി നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം തിരുനബിയുടെ വിവാഹ ജീവിതത്തിൻ്റെ എല്ലാം സംക്ഷിപ്തമായ ചരിത്രം യഥാർത്ഥ രീതിയിൽ വസ്തുതാപരമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ വസ്തുതപരമായ അവതരണത്തിൽ നിന്നും അവാസ്തവികമായ അധിക്ഷേപങ്ങളും കള്ളപ്രചാരണങ്ങളുമെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും അതനുസരിച്ച് വേണ്ട സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയും എന്ന രീതിയിലാണ് ഇവിടെ വിഷയാവതരണം നടക്കുന്നത്. ഇതിനുവേണ്ടി റഷീദ് അലി വഹബി ക്ഷണിക്കുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി വഅസ്വാജിഹി അജ്മഈൻ. ആമുഖം. തിരുനബിക്കെതിരെ അധിക്ഷേപങ്ങൾ ഉന്നയിക്കാനും അപഹസിക്കുവാനും വിമർശകർ ഉപയോഗിക്കുന്ന തുറുപ്പ് ചീട്ടുകളിൽ മിക്കവയും തിരുവിവാഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പടിഞ്ഞാറിൻ്റെ പൊതുബോധം സൃഷ്ടിച്ചെടുത്ത മാനവികതയിൽ കറങ്ങിത്തിരിഞ്ഞാണ് ഇവർ അപഹാസങ്ങൾ ചൊരിയുന്നത്. പൊതു കാഴ്ചപ്പാട് കണ്ടും കേട്ടും വളരുന്ന പുതുതലമുറയിലെ പണ്ഡിതരിൽ ചിലർ പോലും ശങ്കിച്ചു നിൽക്കുന്നുണ്ടിവിടെ. ഇത്തരം ആശങ്കകൾക്കൊന്നും യാതൊരടിസ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കാനാണ് ഈ പഠനത്തിലെ ചരിത്ര വിവരണത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ നബിയെ കേവലം ഒരു സമൂഹ സമുദ്ധാരകനായല്ല നാം കാണുന്നത്. അന്ത്യപ്രവാചകത്വമെന്ന കാലാകാലത്തേക്കുള്ള മഹാദൗത്യത്തിനു വേണ്ടി സവിശേഷം തിരഞ്ഞെടുക്കപ്പെടുകയും 40 വയസ്സ് പൂർത്തിയായപ്പോൾ മാത്രം ആ ദൗത്യം ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത തിരുദൂതരാണ് അവിടുന്ന്. പ്രവാചകരായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇടം കൊടുക്കാതെ സർവാധികാരിയായ അള്ളാഹു എന്താണ് തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിനൊപ്പം നിന്നുകൊടുക്കുക മാത്രമാണ് അവിടുന്ന് ചെയ്യുന്നത്. വിവാഹ ജീവിതത്തിലും ഈ വിധേയത്വം പ്രകടമാണ്. മഹാദൗത്യ നിർവഹണത്തിന് പശ്ചാത്തലമൊരുക്കുന്നതിനായി അവൻ്റെ നിശ്ചയപ്രകാരം മാത്രം ഓരോ സഹധർമ്മിണിമാരും തിരുജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അധികാരം കൈയാളിയപ്പോൾ അഭീഷ്ടപ്രകാരം ഇഷ്ടമുള്ളത്ര പത്നിമാരെ സ്വീകരിക്കുന്ന ഒരു രാജാവിൻ്റെ ചിത്രം നമുക്കിവിടെ ലഭിക്കുകയേയില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ കുടുംബജീവിതത്തിൽ പൊട്ടലും ചീറ്റലും മുഴപ്പുകളും ധാരാളം കാണേണ്ടി വരുമായിരുന്നു. മറിച്ച് ഭാരങ്ങൾക്കുമേൽ ഭാരം സഹിക്കുകയും ആശങ്കകളുടെ കൊടുമുടികളിൽ നിൽക്കേണ്ട ഇടങ്ങളിലും ദൈവേച്ഛയ്ക്കു വഴിപ്പെട്ടു മാത്രം മുന്നോട്ട് നീങ്ങുകയും ചെയ്ത തിരുനബിയെയാണ് എല്ലാത്തിലും എന്ന പോലെ കുടുംബജീവിതത്തിലും നാം ദർശിക്കുന്നത്. അതിനാൽ തന്നെ ആ ജീവിതം അത്രയും മാതൃകയായും കാലാതീതമായ സാംസ്കാരികോന്നതി പുലർത്തുന്നതുമായും ഭവിച്ചു. കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്നവർ എപ്പോഴെങ്കിലും പറഞ്ഞു വെച്ച നൈതികതയുടെ നിർവചനങ്ങളോട് തുലനം ചെയ്തു നോക്കി തിരുജീവിതം അളക്കുന്നത് തന്നെ അബദ്ധമാണ്. ആഴത്തിലുള്ള ചിന്ത കൊണ്ട് മാത്രമേ ഇത് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ആമുഖം. ആരോപണങ്ങൾക്കുള്ള മറുപടികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 11 പത്നിമാരുടെ വിവരണം. മറ്റു ചില ആരോപണങ്ങളെ പരാമർശിക്കുന്ന നിർബന്ധങ്ങളില്ല ഇഷ്ടങ്ങൾ മാത്രം എന്ന അധ്യായം. തിരുനബിയുടെ ബഹുഭാര്യത്വത്തിൻ്റെ പ്രസക്തി സംബന്ധിച്ച അധിക വിവരണങ്ങൾ വരുന്ന ബഹുത്വത്തിന് പിന്നിൽ എന്ന അധ്യായം. ഹിബത്തുൻ നഫ്സ് വിവാഹരീതി എന്ന അധ്യായം എന്ന ക്രമത്തിലാണ് ഈ പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. സത്യത്തിനൊപ്പം നിൽക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. 1. ഇസ്ലാമിന് തണലൊരുക്കിയ ബീവി ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ വധുവാണ് ബീവി ഖദീജ. ഖുറൈശിയായ ഹുവൈലിദ് എന്നവരുടെയും ഫാത്തിമയുടെയും പുത്രി. നബി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആത്തിഖ എന്നയാളുടെയും തുടർന്ന് അബൂഹാല എന്നയാളുടെയും പത്നിയായിരുന്നു. അവരിൽ 2 സന്താനങ്ങളുമുണ്ട്. പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം വലിയൊരു തണലായി മാറിയ ബീവിക്ക് പ്രവാചകത്വത്തിന് 15 വർഷത്തിന് മുമ്പേ തിരുജീവിതത്തിൻ്റെ ഭാഗമാവാൻ ആവശ്യമായ പശ്ചാത്തലങ്ങളെല്ലാം അള്ളാഹു ഒരുക്കി നൽകുകയായിരുന്നു പറയാം. വിധവയാണെങ്കിലും ധാരാളം സമ്പത്തിനുടമയും വിദേശ ബന്ധങ്ങളുമുള്ള ഒരു മികച്ച വ്യാപാരി കൂടിയായിരുന്നു ബീവി. പ്രവാചകത്വത്തിന് മുമ്പ് തിരുമേനിക്ക് അൽ അമീൻ എന്ന മക്കക്കാർ പേരിട്ടിരുന്ന കാലം. കഅബ പുനർനിർമ്മാണ വേളയിൽ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയുള്ള ദിവസങ്ങൾ നീണ്ട തർക്കം പള്ളിയുടെ ഈ വാതിലിലൂടെ കടന്നു വരുന്നയാൾ പരിഹരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ജനം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കെ തിരുനബിയാണ് ആ വഴി വന്നത്. അവിടുന്ന് അത് പരിഹരിക്കുകയും ചെയ്തു. അൽ അമീനിന് ആ സംഭവം ഒന്നുകൂടി മാറ്റുകൂട്ടി. സുമുഖനും ചെറുപ്പക്കാരനുമായ ആ മക്കക്കാരൻ്റെ കഥ നാട്ടിലെങ്ങും വിഷയമായി. ബീവി ഖദീജയും കാര്യങ്ങൾ അറിഞ്ഞു. തൻ്റെ കച്ചവടം ഏൽപ്പിക്കാൻ പറ്റിയ ആളാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഷാമിലേക്കുള്ള തൻ്റെ വ്യാപാരത്തെ തിരുമേനിക്ക് അവർ ഏൽപ്പിച്ചു കൊടുത്തു. വിവരങ്ങളറിയാൻ ബീവി തന്നെ ചട്ടം കെട്ടിയ ഭൃത്യൻ മൈസറയും ഒപ്പമുണ്ടായിരുന്നു.
ആ യാത്രയിൽ മേഘങ്ങൾ തണലിട്ട് കൊടുക്കുന്നതും നെസ്തൂറ എന്ന പുരോഹിതൻ തിരുനബിയുടെ മഹാദൗത്യത്തെ സംബന്ധിച്ച് ദീർഘവീക്ഷണങ്ങൾ നടത്തിയതുമടക്കം മൈസറ പിന്നീട് ഖദീജയോട് വിവരിച്ചു. ഒരു വേള ഖദീജ തന്നെ അത് നേരിൽ കണ്ടു. ഇതെല്ലാം അവരിൽ മതിപ്പുളവാക്കി. 40 വയസ്സെത്തിയ അവരെ അന്നേരം നാട്ടിലെ പൗരപ്രമാണിമാരെല്ലാം വിവാഹം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവരതിനെയെല്ലാം നിരസിച്ചു. അതേസമയം 25 വയസ്സെത്തിയ തിരുമേനിക്ക് ഒരു വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് വീട്ടിൽ ചർച്ചയുണ്ട്. എനിക്കുള്ള അന്വേഷണം ഇങ്ങോട്ട് വരുമെന്ന നിലപാടിലായിരുന്നു അവിടുന്ന്. കേവലം വൈവാഹിക ജീവിതത്തിനപ്പുറം അള്ളാഹു ഇച്ഛിക്കുന്ന വലിയൊരു ജീവിത ദൗത്യത്തിന് വേണ്ടി അവർ തമ്മിൽ വിവാഹമാവാനുള്ള സാഹചര്യങ്ങൾ ഓരോന്നായി അങ്ങനെ ഒരുങ്ങുകയായിരുന്നു. വരുന്ന വിവാഹങ്ങളെ മുടക്കിക്കളയുന്ന ബീവിയുടെ അവസ്ഥ കണ്ട് കൂട്ടുകാരി നഫീസത്ത് എന്നിവർ കാര്യം നിരക്കി. സത്യസന്ധനും കുലീനനും നാട്ടിലാകെ സൽപ്പേര്യമുള്ള മുഹമ്മദിനെയാണ് തനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹം എന്ന് അവരോട് വെളിപ്പെടുത്തി. അവർ നബിയുടെ വീട്ടിലെത്തി വിവാഹക്കാര്യം പറഞ്ഞു. തൻ്റെ കയ്യിൽ വിവാഹത്തിനാവശ്യമായ പണമില്ലെന്നാണ് തിരുനബി മൊഴിഞ്ഞത്. പണവും സൗന്ദര്യവുമുള്ള ഒരുവൾ താങ്കൾ അന്വേഷിക്കുന്നുവെന്നായി നഫീസ. അതാരായിരുന്നു എന്നതിന് ഖദീജ എന്ന മറുപടി. മനസ്സിലെ ആഗ്രഹം അന്വേഷണമായി വന്നുവെന്ന് നബിയും നനച്ചു. കാര്യം തൻ്റെ പിതൃവ്യന്മാരായ ഹംസ, അബ്ബാസ്, അബൂ ത്വാലിബ് എന്നിവരോട് വെളിപ്പെടുത്തി. അവരാരും വിലങ്ങിയില്ലെന്നു മാത്രമല്ല അങ്ങേയറ്റം സന്തോഷിക്കുകയും ചെയ്തു. നബിയും പിതൃവ്യന്മാരും അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും ഔദ്യോഗികമായി കെട്ടുറപ്പിക്കുകയും ചെയ്തു. നിശ്ചയിച്ചത് പ്രകാരം പിന്നീട് വിവാഹം നടന്നു. വധൂവരന്മാർ തമ്മിലുള്ള പ്രായാന്തരമൊന്നും ഇന്നത്തെ പോലെ ഒരു ചർച്ചയായിരുന്നില്ല. അക്കാലത്തെ സർവ്വസാധാരണമായ ഒരു രീതി മാത്രമാണത്. കുടുംബവും വംശവുമായി വികാസം പ്രാപിച്ച മനുഷ്യജീവിതത്തിൽ പരസ്പര ബന്ധം രൂപപ്പെടുത്തുന്നതിൻ്റെ ശക്തമായ ഹേതുകമാണ് വിവാഹം. അതിനാൽ വിവാഹത്തിൽ കേവല ലൈംഗികതക്കപ്പുറം നിരവധി ഘടകങ്ങളെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പ്രായാന്തരങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ബന്ധങ്ങൾ രൂപപ്പെടുത്തിയ മനുഷ്യകുലത്തിൻ്റെ പുരോഗതി ഉണ്ടാവൂ എന്ന് തിരിച്ചറിയപ്പെടുന്ന കാലത്തോളം പ്രായഭേദം പരിഗണിക്കാത്ത ഈ സംസ്കാരമാണ് എക്കാലത്തേക്കുമായി നല്ലതെന്ന് മനസ്സിലാക്കാം. 25 വർഷത്തെ തിരുമേനി ഖദീജ ദാമ്പത്യ ജീവിതത്തിൽ ബീവിയുടെ ധർമ്മം എന്തായിരുന്നുവെന്ന് പഠിച്ചാൽ എന്തുകൊണ്ട് ഖദീജയെ അള്ളാഹു തിരഞ്ഞെടുത്തു എന്നതിന് സംതൃപ്തമായ ഉത്തരം ലഭിക്കുകയും ചെയ്യും. വിഗ്രഹാരാധന, മദ്യപാനം, വ്യഭിചാരം തുടങ്ങിയ സകല തിന്മകളോടും അധർമ്മങ്ങളോടും അങ്ങേയറ്റം അമർഷവും വിരക്തിയുമായിരുന്നു പ്രവാചക തിരുമേനിക്ക്. എന്നാൽ അവയുടെ എല്ലാം ഉപാസകരായിരുന്നു ചുറ്റുമുള്ള സമൂഹം. തീർത്തും സാമൂഹികമായി ഒറ്റപ്പെടുന്ന സാഹചര്യം. സമൂഹത്തിൻ്റെ അവസ്ഥയിൽ അങ്ങേയറ്റം ഇടുക്കവും വേദനയും നിറഞ്ഞ മനസ്സോടെയായിരുന്നു അവിടുന്ന് ജീവിച്ചത്. ഈ സാഹചര്യത്തിൽ ഒരാളുടെ സഹധർമ്മിണിക്ക് എത്രത്തോളം തണലൊരുക്കേണ്ടി വരുമെന്ന് പറയേണ്ടതില്ലല്ലോ. ബീവി ഖദീജ ആ ധർമ്മം നിർവഹിക്കുക തന്നെ ചെയ്തു. വിഷമിച്ചും ഹൃദയം നുറുങ്ങിയും ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായി കഴിഞ്ഞുകൂടിയ നബിക്ക് സർവ്വ പിന്തുണയും ആശ്വാസവും അവർ നൽകി. വിവാഹത്തിന് മുമ്പ് തന്നെ അവർ സമൂഹത്തിൻ്റെ ദുസ്ഥിതി മനസ്സിലാക്കുകയും നീചകൃത്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നുവെന്നതും ചരിത്രത്തിൽ കാണാം. അതിനാൽ തിരുനബിയുടെ ആ അവസ്ഥയോട് അവർക്ക് പൂർണ്ണമായും പൊരുത്തപ്പെടാൻ സാധിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരിക്കൽ പോലും അവർ തിരുമേനിയെ തള്ളിപ്പറഞ്ഞില്ല. 40-ാം വയസ്സിൽ ആദ്യമായി ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭയന്നുപോയ തിരുമേനി ഓടിയെത്തിയതും ഖദീജയിലേക്കായിരുന്നു. ഈ സമയം അവർ തിരുമേനിയെ മനോഹരമായി ആശ്വസിപ്പിച്ചു. ഒരു പുതപ്പ് കൊണ്ട് മൂടി ആശ്വസിപ്പിച്ച ശേഷം ബീവി ഇങ്ങനെയാണ് പറയുന്നത്: താങ്കൾക്ക് നാശം സംഭവിക്കില്ല, സന്തോഷിക്കുക, അള്ളാഹു താങ്കളെ കൈവിടില്ല. താങ്കൾ ബന്ധങ്ങളെ ചേർക്കുന്നു, സത്യം പറയുന്നു, ഭാരം ചുമക്കുന്നു, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, അതിഥിയെ സൽക്കരിക്കുന്നു, വിപത്തുകളിൽ സഹായിക്കുകയും ചെയ്യുന്നു. തുടർന്ന് തിരുനബിയെയും കൂട്ടി ബന്ധുവും വൃദ്ധനുമായ വേദപണ്ഡിതൻ വറഖത്ത് ബിൻ നൗഫലിനെ സമീപിക്കുകയും വിവരങ്ങൾ പറയുകയും ചെയ്തു. കാര്യങ്ങൾ കേട്ട അദ്ദേഹം അവിടുത്തെ പ്രവാചകത്വത്തെ സംബന്ധിച്ചും നാട്ടുകാർ മുഴുവനും എതിർത്ത് പുറത്താക്കുന്നതിനെ സംബന്ധിച്ചും ദീർഘവീക്ഷണം നടത്തി. തീർത്തും ഒറ്റപ്പെടാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഖദീജ നബിക്കൊപ്പം തന്നെ നിന്നു. ചരിത്രത്തിലെ ആദ്യ വിശ്വാസിയായി അങ്ങനെ അവർ മാറി. തുടർന്നങ്ങോട്ട് പ്രയാസ ദുരിതങ്ങളുടെ വൻ പർവ്വങ്ങൾ തന്നെയായിരുന്നുവല്ലോ. അവയിലെല്ലാം ഖദീജ താങ്ങായി. ശ്രമകരമായ ദൗത്യനിർവഹണത്തിനിടയിൽ തിരുമേനിയുടെ 6 മക്കളെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്തു. മറ്റു പത്നിമാർക്കാർക്കും മക്കളുണ്ടായിരുന്നില്ല എന്നത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. 65-ാം വയസ്സിൽ വഫാത്താകുന്നതിന് മുമ്പത്തെ 3 വർഷങ്ങൾ തിരുനബിയും ആ സമയം വരെ വിശ്വസിച്ച ഏകദേശം 150ഓളം ആളുകളും ഉപരോധിക്കപ്പെട്ട് കഴിയുകയായിരുന്നു. സാമ്പത്തിക ക്രയവിക്രയ വിലക്കടക്കം സമ്പൂർണ്ണ ഉപരോധം. ആ ഉപരോധത്തിലും ബീവി ഖദീജയാണ് ഏറെ തുണയായത്. രഹസ്യമായി ഭക്ഷണ സാധനങ്ങൾ ഇടപാട് നടത്തുന്നതിനടക്കം അവരുടെ സമ്പത്ത് നിർബാധം ചെലവഴിച്ചു കൊണ്ടിരുന്നു. പരമദരിദ്രരായി ഒപ്പം കൂടിയ വിശ്വാസികൾക്ക് അവർ സാന്ത്വനമേകി. പരിശുദ്ധ ദീനിൻ്റെ സംസ്ഥാപന ഘട്ടത്തിൽ ഖദീജയുടെ ഈ സേവനങ്ങളെക്കാൾ മികച്ചതൊന്നും ചരിത്രത്തിലുണ്ടാവില്ലെന്ന് തന്നെ പറയാം.
ഭീകരമായ ആ 3 വർഷങ്ങൾക്ക് ശേഷം ബീവി വഫാത്താകുമ്പോൾ സമ്പാദിച്ചതെല്ലാം തീർന്നു പോവുകയും ശരീരം ഏറെ ശോഷിക്കുകയും ചെയ്തിരുന്നു. ആ മരണം നബിയിൽ വലിയ ആഘാതമുണ്ടാക്കി. തൻ്റെ പ്രതിസന്ധിയുടെ കാലത്ത് ഏറ്റവും വലിയ തണലൊരുക്കിയ ബീവിയെ എല്ലായ്പ്പോഴും അവിടുന്ന് സ്മരിക്കാറുമുണ്ടായിരുന്നു. ഒരിക്കൽ എന്തുകൊണ്ട് ഖദീജ എന്ന ചോദ്യത്തിന് ആയിഷ ബീവിയോട് അവിടുന്ന് പറഞ്ഞ മറുപടി അവരുടെ ജീവിതധർമ്മം എന്തായിരുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട്. അതിപ്രകാരമായിരുന്നു: അവരെക്കാൾ നല്ലവളെ എനിക്ക് അല്ലാഹു പകരം നൽകിയിട്ടില്ല. സമൂഹം എന്നെ അവിശ്വസിച്ചപ്പോൾ അവരെന്നെ വിശ്വസിച്ചു. ആളുകൾ എന്നെ കളവാക്കിയപ്പോൾ അവരെന്നെ സത്യപ്പെടുത്തി. ജനം എനിക്കെല്ലാം തടഞ്ഞു വെച്ചപ്പോൾ അവർ മുതലുകൊണ്ട് എനിക്ക് സാന്ത്വനമേകി. അവരിൽ നിന്ന് മാത്രമാണ് എനിക്ക് മക്കളുണ്ടായത്. ആ ധന്യജീവിതത്തെ സംബന്ധിച്ച് പണത്തിനു വേണ്ടി ആർത്തിമൂത്ത് ഒരു കിളവിയെ കെട്ടി എന്ന് ഒറ്റവാക്കിൽ ആക്ഷേപം ചൊരിയുന്നവരോട് സഹതപിക്കാൻ നിവൃത്തിയുള്ളൂ. തിരുനബിക്ക് സന്തുഷ്ട ദാമ്പത്യ ജീവിതത്തിനോടൊപ്പം സാമൂഹിക ധർമ്മവും പ്രബോധന ദൗത്യവും കൂടി നിർവഹിക്കാൻ അള്ളാഹു ഒരുക്കിയ കൂട്ടുജീവിതം ബീവിയുടെ 65-ാമത്തെ വയസ്സിൽ നുബുവത്തിൻ്റെ 9-ാം കൊല്ലം അവസാനിക്കുമ്പോൾ ഒരു മഹാദൗത്യത്തിനു കൂടിയാണ് തിരശ്ശീല വീണത്. 2. സൗദാ ബീവി ആശ്വാസമായി തിരുനബി. ബീബി ഖദീജ വഫാത്തായ അതേ വർഷം തന്നെയാണ് പിതൃവ്യൻ അബൂ ത്വാലിബും മരണപ്പെട്ടത്. കുടുംബത്തിലെ തൻ്റെ 2 അത്താണികൾ അതോടെ നഷ്ടമായി. ശത്രുശല്യത്തിന് യാതൊരു കുറവുമില്ല. പ്രബോധന വഴിയിൽ ഒറ്റപ്പെടലിൻ്റെ തീവ്രത അവിടുന്ന് അനുഭവിച്ചു. എന്തായിരിക്കും അള്ളാഹുവിൻ്റെ തീരുമാനം? കൂട്ടുജീവിതത്തിന് ആരെയായിരിക്കും അവൻ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? അവൻ്റെ തീരുമാനത്തിനായി അവിടുന്ന് കാത്തിരുന്നു. അധികം നീണ്ടുപോയില്ല. 2 വിവാഹങ്ങൾക്ക് കൂടി പശ്ചാത്തലമൊരുങ്ങി. അതിങ്ങനെ: ഹബ്ശയിലേക്ക് ശത്രുപീഡനം സഹിക്കവയ്യാതെ ആദ്യം ഹിജ്റ പോയ സംഘത്തിൽ നിന്നും ചിലർ മക്കയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. കൂട്ടത്തിൽ 66 വയസ്സുള്ള നബിയുടെ കഠിന ശത്രുവായിരുന്ന സംഅയുടെ മകൾ സൗദയും ഭർത്താവ് സക്രാനുമുണ്ട്. പിതാവടക്കമുള്ള കുടുംബങ്ങളുടെ എതിർപ്പ് മറികടന്ന് തിരുനബിയിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണവർ. മക്കയിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന തെറ്റായ വാർത്ത പ്രദേശത്ത് പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തിരിച്ചെത്തിയിട്ടുള്ളത്. വന്നു നോക്കുമ്പോൾ മക്ക പഴയ മട്ടിൽ തന്നെയാണ്. വയസ്സു ചെന്ന അന്ധനായ പിതാവ് ഇപ്പോഴും ശത്രുപക്ഷത്തു തന്നെ. വിധിയെന്നോണം തിരിച്ചെത്തിയ സക്രാൻ രോഗാതുരനായി മരണത്തിന് കീഴടങ്ങി. ഹിജ്റയുടെ ഭാരവും പേറി തിരിച്ചെത്തിയ 66-കാരി സൗദ തൻ്റെ മക്കളോടൊപ്പം ശത്രുപാളയത്തിൽ ഒറ്റപ്പെട്ടുപോയി. വിശ്വാസികൾക്കിടയിൽ അവരും ഒരു ചോദ്യചിഹ്നമായി. അതിരിക്കട്ടെ, തിരുമേനിക്ക് ആ സമയത്ത് 2-3 ദിവസം തുടർച്ചയായി ഒരു സ്വപ്ന ദർശനമുണ്ടായി. ഒരു പട്ടിൽ പൊതിഞ്ഞ രൂപത്തിൽ ജിബ്രീൽ ഒരു സ്ത്രീ രൂപം കാണിക്കുന്നു. ഇത് താങ്കളുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും പത്നിയാണെന്നും അതിൽ പറയുന്നു. തിരുമേനി അത് തുറന്നു നോക്കുമ്പോൾ തൻ്റെ പ്രിയതോഴൻ അബൂബക്കറിൻ്റെ മകൾ ആയിഷയാണ്. അവിടുന്ന് ഇങ്ങനെ ആത്മഗതം ചെയ്തു: ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണെങ്കിൽ അവൻ അത് നടപ്പാക്കിക്കൊള്ളും. ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഇനി നടപ്പാവാൻ എന്തൊക്കെ സാഹചര്യങ്ങൾ എന്ന് നോക്കിയിരിക്കുകയേ വേണ്ടൂ. കാത്തിരിപ്പ് അധികനാൾ നീണ്ടില്ല. കല്യാണക്കാര്യം തിരുനബിയോട് ഉണർത്താൻ ഹബിഷയിൽ നിന്നും തിരിച്ചെത്തിയ ഉസ്മാൻ ബിൻ മദ്ഊനിൻ്റെ പത്നി ഹക്കീമിൻ്റെ മകൾ ഹൗല എന്ന വിവേകശാലിനിയായ സ്വഹാബി വനിത തയ്യാറായി. അവർ തിരുനബിയുടെ സവിധത്തിലെത്തി തിരുമേനിയോട് വിവാഹം ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണർത്തി. ആരെയാണ് താനിനെ വിവാഹം കഴിക്കുക എന്ന് അവിടുന്ന്. ഒരു കന്യകയും ഒരു വിധവയുമുണ്ട് എന്നായി അവർ. ആരാണെന്ന ചോദ്യത്തിന് കന്യക ആയിഷയും വിധവ സൗദയുമാണെന്നാണ് മറുപടി. സ്വപ്നത്തിൻ്റെ പുലർച്ച കാണുന്നതിൽ അവിടുന്ന് സന്തോഷിച്ചു. നീ 2 പേരെയും ഞാൻ കെട്ടുപറയുന്നു എന്ന് പറയൂ. അങ്ങനെ 2 പേരെയും അവിടുന്ന് സ്വീകരിക്കുകയായിരുന്നു. ഹൗല ബീവി വിവരം പറയാൻ ആദ്യം ആയിഷ ബീവിയുടെ വീട്ടിലും തുടർന്ന് സൗദാ ബീവിയുടെ വീട്ടിലും ചെന്നു. അള്ളാഹു നിനക്ക് ഖൈറും ബറക്കത്തും നൽകിയാൽ എങ്ങനെയിരിക്കുമെന്നാണ് സൗദയോട് ചോദിച്ചത്. എന്താണത്? അവരുടെ മറുചോദ്യം: നിങ്ങളെ വിവാഹം അന്വേഷിക്കുന്നതിനായി പറയാൻ റസൂൽ തിരുമേനി എന്നെ അയച്ചിരിക്കുന്നു. അത് പറഞ്ഞതും ബീവിക്ക് സന്തോഷമായി. ഒട്ടും നിനക്കാതെ വരുന്ന ഒരു മഹാഭാഗ്യം. തൻ്റെ മക്കളെയും കൊണ്ട് ശത്രുക്കൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ തനിക്ക് ഇതിലും വലുതെന്ത് ലഭിക്കാനാണ്? ബീവി ഉടൻ പറഞ്ഞു: എനിക്കിഷ്ടമാണ്. നിങ്ങൾ എൻ്റെ പിതാവിനോടൊന്ന് വിഷയം പറയുമോ? ഹൗല ബീവി പിതാവിനോട് വിഷയം പറഞ്ഞു. മാന്യനും യോഗ്യനുമാണ് അദ്ദേഹം എന്നായിരുന്നു പിതാവിൻ്റെ മറുപടി. മകൾക്കിഷ്ടമായെങ്കിൽ അദ്ദേഹം വന്നോട്ടെ എന്നും പിതാവ്. അങ്ങനെ സൗദാ ബീവിയുമായുള്ള വിവാഹം സമങ്കളം നടന്നു. ഖദീജ ബീവിയുടെ മരണത്തിൻ്റെ 1 മാസം പിന്നിട്ടപ്പോഴായിരുന്നു ഈ വിവാഹം. തൻ്റെ മക്കളെ പോറ്റി വളർത്തിയും തിരുനബിയുടെ മക്കളെ പരിചരിച്ചും
വിശ്വാസികളുടെ മാതാവ് എന്ന പദവിയിൽ സസന്തോഷം അവർ വാണു. കുലീനയും സുന്ദരിയും മക്കയുടെ റാണിയുമായിരുന്ന ഖദീജയോളം താനില്ല എന്നവർ സ്വയം തിരിച്ചറിഞ്ഞിരുന്നു. പത്നിയായും സ്നേഹനിധിയായ ഉമ്മയായും ഹിജ്റയ്ക്ക് മുമ്പേ 3 വർഷം മക്കയിൽ അവർ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഹിജ്റയ്ക്ക് ശേഷം മദീനയിലും മറ്റു കളത്രമാർക്കൊപ്പം തിരുവഫാത്ത് വരെ ബീവി ജീവിച്ചു. മറ്റു വിവാഹങ്ങൾ കൂടി ആയപ്പോൾ കർശനമായി നീതി പുലർത്തിയിരുന്ന തിരുനബി 70-നോടടുത്ത ബീവിക്കടക്കം ദിവസം വീതിച്ചു നൽകിയിരുന്നു. ശരീരഭാരം വർദ്ധിച്ച് ശരിയായി നടക്കാൻ പോലും ആവാതെ ബുദ്ധിമുട്ടുന്ന ബീവിക്ക് വിവാഹമോചനം നൽകി സന്തോഷത്തോടെ പിരിയാൻ ഒരു വേള നബി തിരുമേനി തീരുമാനിച്ചു. എന്നാൽ തിരുമേനിയുടെ വലിപ്പം അനുഭവിച്ചറിഞ്ഞ ബീവിക്ക് തിരുമേനിയോടൊത്തുള്ള ജീവിതം മാത്രമേ ചിന്തിക്കാനാകുമായിരുന്നുള്ളൂ. തനിക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആവശ്യമില്ലെന്നും തൻ്റെ ദിവസം കൂടി തിരുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിഷയ്ക്ക് ദാനം ചെയ്യുന്നതായും പരലോകത്തിലും തിരുപത്നിയാവാൻ തന്നെ ത്വലാഖ് ചെയ്യരുതെന്നും അവർ അറിയിച്ചു. സഹധർമ്മിണിമാർക്ക് തങ്ങളുടെ അവകാശം വേണ്ടെന്ന് വെക്കാനും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനും അങ്ങനെ ഉണ്ടായാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഭർത്താവിന് വിരോധമില്ലെന്നും അള്ളാഹു പഠിപ്പിക്കുക കൂടിയായിരുന്നു ഇതിൽ. അഭ്യർത്ഥന സ്വീകരിച്ച തിരുമേനി അവരുടെ ദിവസം കൂടി ആയിഷയ്ക്ക് നൽകുകയും ബീവിയെ പത്നീപദത്തിൽ ചേർത്തു നിർത്തി സാന്ത്വനം നൽകുകയും ചെയ്തു. നബിയോടൊപ്പം ജീവിച്ചവർക്ക് നബി തന്നെയാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കി തരുന്ന സന്ദർഭം കൂടിയാണിത്. വയോവൃദ്ധയായ ഈ മഹദി പ്രാഥമിക ആവശ്യങ്ങൾക്ക് പുറത്തു പോയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അവരെ തിരിച്ചറിയുന്നതായും കൂടുതൽ മറപാലിക്കണമെന്ന ആഗ്രഹം പറഞ്ഞതുമായ സംഭവം അല്പഭാഗം ഉദ്ധരിച്ച് അസമയത്ത് രാത്രി ചുറ്റിക്കറങ്ങുന്നവൾ എന്നാക്കി ഇസ്ലാം വിരോധികൾ അവതരിപ്പിക്കുന്നത് എത്ര ക്രൂരമായ അപഹാസമാണ്. 5 ഹദീസുകൾ അവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബിയുടെ വഫാത്തിന് ശേഷം തിരുനബിയോടുള്ള ഇഷ്ടത്താൽ ഹിജാബ് പാലിക്കുന്നതിലെ വ്യക്തിപരമായ കണിശത മൂലം ഹജ്ജിന് പോലും പോകാതെ മദീനത്തു തന്നെ ജീവിക്കുകയായിരുന്നവർ. ഹിജ്റ 54 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണാന്ത്യത്തിലാണ് അവരുടെ വഫാത്ത്. 3. ബീവി ആയിഷ, ഒരു സമ്പൂർണ്ണ സ്ത്രീരത്നം. മുൻ അധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ ഖദീജ ബീവിയുടെ മരണാനന്തരം പ്രബോധന ദൗത്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന തിരുമേനിക്ക് ആയിഷ ബീവിയെ സ്വപ്നദർശനം നൽകപ്പെടുകയും അതിൻ്റെ പുലർച്ചെ എന്നോണം ഹൗല ബീവി നബിയെ സമീപിക്കുകയും ആയിഷയുടെ കാര്യം പറയുകയും നബിക്ക് വേണ്ടി സംസാരിക്കാൻ അവർ ആയിഷ ബീവിയുടെ വീട്ടിലെത്തുകയും ചെയ്തു. വീട്ടിൽ ബീവിയുടെ ഉമ്മയും പ്രമുഖ സ്വഹാബി വനിതയുമായ ഉമ്മു റൂമാനാണ് ഉള്ളത്. അവരോട് വിവരം പറഞ്ഞപ്പോൾ അബൂബക്കറും വരട്ടെ എന്നായി അവർ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വന്നതിന് ശേഷം ഹൗല വീണ്ടും വിവരം ചോദിച്ചു. തിരുമേനിയുടെ സഹോദരപുത്രി അല്ലേ ആയിഷ, തിരുമേനിക്ക് വിവാഹം ചെയ്യാൻ പറ്റുമോ എന്നായി അദ്ദേഹം. പിതാവും നബിയും തമ്മിലുള്ള അതിശക്തമായ ബന്ധത്തെയാണ് ആ വാക്യം സൂചിപ്പിക്കുന്നത്. വിവരവുമായി ഹൗല തിരുനബിയെ സമീപിച്ചു. അബൂബക്കർ ഇസ്ലാമിലും ആഖിറത്തിലും എൻ്റെ സഹോദരനാണ്, അഥവാ രക്തബന്ധുവല്ല എന്നർത്ഥം. മകൾ എനിക്ക് ഹലാലുമാണ്. അബൂബക്കറുമായുള്ള ഗാഢബന്ധം ഒരിക്കൽ കൂടി വ്യക്തമാക്കി അവിടുന്ന് അങ്ങനെയാണ് പ്രതിവചിച്ചത്. ആ വിവരം ഹൗല അബൂബക്കറിനെത്തിച്ചു. അവരും സന്തോഷത്തിലായി. അപ്പോൾ മറ്റൊരു തടസ്സം ഉമ്മു റൂമാനാണ് അത് ഉന്നയിച്ചത്. അബൂബക്കറിൻ്റെ സുഹൃത്തായ മുതഇം തൻ്റെ മകൻ ജുബൈറിന് വേണ്ടി ആയിഷയെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൊടുത്ത വാക്ക് ഇന്നേ വരെ ലംഘിച്ചിട്ടില്ലാത്ത അബൂബക്കർ മുതഇമിനോട് ഇനി എന്തു പറയും? അബൂബക്കർ ഉടൻ തന്നെ മുതഇമിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മകളുമായുള്ള വിവാഹക്കാര്യം ഓർമ്മപ്പെടുത്തി. എന്നാൽ മുതഇമിൻ്റെ പത്നി ഉമ്മുൽ ഫതായുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ജുബൈറിനെ വിവാഹാനന്തരം നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് ചേർക്കുമായിരിക്കുമല്ലേ? അപ്രതീക്ഷിത പ്രതികരണം കേട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുതഇമും ഇങ്ങനെയാണോ പറയുന്നത് എന്ന് ചോദിച്ചു. അതേ എന്ന് മുതഇമും അംഗീകരിച്ചു. സമാധാനം. ഇനി കൊടുത്ത വാക്ക് പാലിക്കേണ്ടതില്ലല്ലോ. അബൂബക്കർ തിരിച്ചു നടന്നു. ഹൗലയോട് വിവരങ്ങൾ പറഞ്ഞു. തടസ്സങ്ങളെല്ലാം നീക്കി സർവശക്തൻ ആ വിവാഹത്തിന് കളമൊരുക്കി. തിരുനബി ആയിഷയെ വിവാഹം ചെയ്തു. എന്നാൽ ദാമ്പത്യ ജീവിതം ആരംഭിച്ചില്ല. ഇവിടെ മാതാപിതാക്കളാണ് വിവാഹമൊരുക്കുന്നത്. അന്ന് ബേബിക്ക് 6 വയസ്സാണ് പ്രായം. തിരുനബി കെട്ട് പറയും മുമ്പേ മറ്റൊരാൾ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അതെല്ലാം അറബികളുടെ രീതിയാണ്. പറയാം, വിവാഹം സമം ലൈംഗികത എന്ന ഉത്തരാധുനിക കാഴ്ചപ്പാട് വികലമാണ്. പരസ്പര ബന്ധങ്ങളും ആശ്രയത്വവുമുള്ള സാമൂഹിക ജീവിയായ മനുഷ്യനെ വിവാഹത്തിലൂടെ ഉണ്ടാക്കുന്ന ചാർച്ചാബന്ധത്തേക്കാൾ ശക്തമായ ഒരു ബന്ധവുമില്ല. പരസ്പരം സ്നേഹിക്കുന്നവർക്ക് നിക്കാഹിനോളം ഒരു ബന്ധവുമില്ല എന്ന തിരുവചനം ഇവിടെ ഓർക്കുക. കുടുംബപരമായ നേട്ടങ്ങൾ നോക്കി വിലയിരുത്തി ചിലപ്പോൾ മാതാപിതാക്കളാവും വിവാഹം നടത്തുന്നത്. ഇണകളുടെ പ്രായം അതിലൊരു ഘടകമേ അല്ല. പ്രായക്കൂടുതലോ പ്രായക്കുറവോ ഉണ്ടായിരിക്കാം. ഉചിത സമയത്ത് അവർ കൂട്ടുജീവിതം ആരംഭിക്കും. പറ്റാവുന്ന സമയത്ത് ദാമ്പത്യ ബന്ധം പുലർത്തുകയും ചെയ്യും. വിവാഹമെന്നാൽ കേവലം ലൈംഗികാസ്വാദനമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതത്ര വേഗം ഗ്രഹിക്കില്ല.
ആവശ്യങ്ങളും നേട്ടങ്ങളും വിലയിരുത്തി പ്രായഭേദമന്യേ വിവാഹമെന്ന ഈ വിവാഹ സങ്കല്പമേ കാലത്തെ അതിജയിച്ച് നിലനിൽക്കുകയുള്ളൂ. ആയിഷ ബീവിയുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദൂതരുമായി ചാർച്ചാബന്ധത്തിന് വഴിയൊരുങ്ങിയാൽ പ്രായം പരിഗണിച്ച് പിതാവ് എന്തിനത് മാറ്റിവെക്കണം? മദീനയിലെത്തിയ ശേഷം ബീവിയുടെ 9-ാം വയസ്സിലാണ് അവരുടെ കൂട്ടുജീവിതം ആരംഭിക്കുന്നത്. ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന കുട്ടിയെ തന്നെയാണ് തിരുവധുവായി ആനയിക്കപ്പെട്ടത്. കയ്യിൽ ചിറകുകളുള്ള കുതിരപ്പാവയുമുണ്ട്. ഇതെന്താ ഇതിന് ചിറകെന്ന ചോദ്യത്തിന് ഇത് സുലൈമാൻ നബിയുടെ കുതിരയാണെന്ന ബീവിയുടെ അസാമാന്യ ഓർമ്മയും ബുദ്ധിവൈഭവവും പ്രകടമാക്കുന്ന ഉത്തരവുമുണ്ടായി. ജീവപ്രകൃതി അനുസരിച്ച് ഋതുരക്തം കൊണ്ട് പ്രായപൂർത്തിയാകാവുന്ന പ്രായമാണ് ബീവിക്കെങ്കിലും അന്നവർക്ക് പ്രായപൂർത്തിയായെന്ന് പറയാൻ തക്ക തെളിവൊന്നുമില്ല. ലൈംഗികതയുമായി ബന്ധപ്പെടുത്തി ശൈശവ വിവാഹം എന്നതിനെ അശ്ലീല പദമാക്കി മാറ്റിയ പടിഞ്ഞാറിൻ്റെ പൊതുബോധം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഏതു കാര്യത്തിലും ദുരുപയോഗ സാധ്യത ഉണ്ടെന്നതുപോലെ ശിശു വിവാഹത്തിലും ഉണ്ടെന്നു മാത്രം. അതിനാൽ ഇസ്ലാമിൽ കർശന വ്യവസ്ഥകളുമുണ്ട്. നിലവിൽ ലോകരാജ്യങ്ങളിൽ വിവാഹിതയാകാനുള്ള സ്ത്രീയുടെ പ്രായത്തെ സംബന്ധിച്ച് ഏകീകൃതാഭിപ്രായം ഇല്ലെന്നതും ചേർത്ത് വായിക്കുക. പ്രായം തികയാത്ത പെൺകുട്ടികളെ രക്ഷകർത്താക്കളിൽ ആർക്കും ഏതു തരക്കാരനും വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് ഇസ്ലാമിൽ വ്യവസ്ഥയില്ല. നിബന്ധനയൊത്ത പിതാവിന് മാത്രമാണ് പ്രായം തികയാത്ത മകളെ എല്ലാ അർത്ഥത്തിലും യോഗ്യനായ വരന് വിവാഹം ചെയ്തു കൊടുക്കാൻ അവകാശമുള്ളൂ. നിയമങ്ങളുടെ പ്രായോഗിക പാഠശാല കൂടിയാണ് ആയിഷയും തിരുദൂതരും തമ്മിലുള്ള വിവാഹം. പ്രവാചകത്വ പ്രഖ്യാപനത്തിന് ശേഷം കഷ്ടതകളുടെ ആഴത്തിൽ മുങ്ങിപ്പോയ തിരുനബിയോടൊപ്പം എന്തിനും ഏതിനും ഞാനും ഉണ്ടെന്ന മട്ടിൽ കൂടെ നിന്നവരാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ഗോത്രബന്ധത്തിനപ്പുറം അടുത്ത കുടുംബ ബന്ധമുണ്ടാക്കുന്നതിന് ഈ വിവാഹം ഒരു അനിവാര്യതയുമാണ്. തിരുനബിയുടെ മദീന ജീവിതത്തിലെ 9 വർഷങ്ങളാണ് ആയിഷയോടൊത്തുള്ള ദാമ്പത്യം. കുടുംബ വ്യക്തി ജീവിത വ്യവസ്ഥകളിലടക്കം സമഗ്രമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അവതരിക്കുന്ന ഈ ഘട്ടത്തിൽ ആയിഷയെപ്പോലെ ഓർമ്മയും ബുദ്ധിയും പക്വതയും വിവേകവും ക്ഷമയും ആവോളമുള്ള ഒരു സമ്പൂർണ്ണ സ്ത്രീയുടെ സാന്നിധ്യം അള്ളാഹു കനിഞ്ഞേകുകയായിരുന്നു. ഈ മഹാദൗത്യത്തെ ബീവി ആയിഷ വേണ്ട വിധം തന്നെ നിർവഹിച്ചുവെന്ന് ആ ജീവിതം പരിശോധിച്ചാൽ അറിയാം. തുടർച്ചയായി നിയമങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിച്ച് അന്ത്യപ്രവാചകരുടെ വഴിയിൽ സമഗ്രതയുള്ള ഒരു സമൂഹത്തെ അള്ളാഹു ഒരുക്കി പാകമാക്കിയെടുക്കുക എന്ന അതിനിർണായക ഘട്ടമാണ് മദീന ജീവിതം. നിയമവ്യവസ്ഥകൾ പാലിച്ച് രാഷ്ട്ര സമൂഹമായി മാറാൻ ഒരുങ്ങി നിൽക്കുന്ന അനുചര വൃന്ദം പ്രവാചകർക്ക് ചുറ്റുമുണ്ട്. ആ സമൂഹത്തിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് വ്യക്തിപരവും കുടുംബപരവുമായ നിയമങ്ങളും പ്രവാചക ഭവനത്തിൻ്റെ അകത്തുനിന്നും പുറത്തേക്ക് പ്രസരിക്കേണ്ടതുണ്ട്. അകത്തുമാത്രം പറഞ്ഞ ഇതര കാര്യങ്ങളും അങ്ങനെ തന്നെ. തിരുനബിയുടെ വഫാത്തിന് ശേഷം ദീനിൻ്റെ പ്രായോഗിക സംസ്ഥാപന കാലത്തും ഈ നിർവഹണം അടിയന്തരാവശ്യമാണ്. ഈ ദൗത്യത്തിൻ്റെ വലിയൊരു ഭാഗം ബീവി ആയിഷയിലൂടെയായിരുന്നു. അതിനുതകുന്ന പ്രായവും ബൗദ്ധിക മാനസിക വളർച്ചയുമായിരുന്നു ബീവിയുടേത്. സ്വപ്നദർശനത്തിലൂടെ വിവാഹം കഴിക്കാൻ നിർദ്ദേശം നൽകി അള്ളാഹു തന്നെ ഒരുക്കിയതായിരുന്നുവല്ലോ ആ ജീവിതം. 2000-ന് മുകളിൽ ഹദീസുകൾ ബീവിയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുതന്നെ ബീവിയുടെ വൈജ്ഞാനിക ആഴത്തിനു തെളിവാണ്. ആദിമ സമൂഹത്തിന് വിശിഷ്ട സ്ത്രീകൾക്ക് വലിയൊരു വൈജ്ഞാനിക സ്രോതസ്സായിരുന്നു അവർ. വിവിധ മേഖലകളിലേക്ക് അവരുടെ അറിവ് പരന്നു കിടക്കുന്നുണ്ട്. അതനുഭവിച്ചവരും പഠിച്ചവരും എത്രയെങ്കിലും അതിന് സാക്ഷ്യം പറയുന്നുമുണ്ട്. ശിഷ്യനും സഹോദരപുത്രനുമായ ഉർവത്ത് ബിൻ സുബൈർ പറയുന്നത് ഇങ്ങനെ: വിശുദ്ധ ഖുർആൻ, നിർബന്ധ മതകാര്യങ്ങൾ, ഹലാൽ ഹറാമുകൾ, കർമ്മശാസ്ത്രം, വൈദ്യം, കവിത, അറബികളുടെ പൂർവ്വചരിത്രം, വംശാവലി എന്നിവയിലെല്ലാം ആയിഷയേക്കാൾ മികവുറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അതാ ഇബ്നു അബീ റബാഹ് പറഞ്ഞത് ഇങ്ങനെ: ജനങ്ങളിൽ ഏറ്റവും ഫിഖ് അറിയുന്നവരും വിവരമുള്ളവരും പൊതുകാര്യങ്ങളിൽ മികച്ച നിലപാടുള്ളവരുമായിരുന്നു ആയിഷ. ഇമാം സുഹരി ഇങ്ങനെ പറയുന്നു: തിരുനബിയുടെ ഇതര പത്നിമാരുടെ എന്നല്ല, മുഴുവൻ സ്ത്രീകളുടെയും അറിവിനോട് തട്ടിച്ചു നോക്കിയാലും ആയിഷ ബീവിയുടെ വിജ്ഞാനം മികച്ചതായിരിക്കും. മുതിർന്ന സ്വഹാബാക്കൾ പോലും അതിസൂക്ഷ്മജ്ഞാനമായ അനന്തരാവകാശ നിയമങ്ങളുടെ കുരുക്കഴിക്കാൻ ബീവിയെ സമീപിക്കുമായിരുന്നു. അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു പറയുന്നു: ഞങ്ങൾ സ്വഹാബികൾക്ക് ഏതെങ്കിലും ഹദീസിൽ സംശയം വരികയും ബീവിയോട് ചോദിക്കുകയും ചെയ്താൽ എന്തെങ്കിലും അറിവ് കിട്ടാതിരുന്നിട്ടേയില്ല. ചെറുപ്രായത്തിലെ തൻ്റെ വീട്ടിൽ നിന്നും അവർ പഠിച്ചു വെച്ച കവിതകൾക്ക് കയ്യും കണക്കുമില്ല. എന്തു വിഷമമുണ്ടായാലും ബീവി അതിലൊരു കവിത പാടുമെന്നാണ് ഒരിക്കൽ ഇതേ സംബന്ധിച്ച് ഉർവ പറഞ്ഞത്. കലുഷിതമായ മദീന ജീവിതത്തിൽ പ്രബോധന ഭാരം വഹിക്കുന്ന തിരുമേനിക്ക് കവിതകൾ പാടിക്കൊടുത്ത് ആശ്വാസത്തിൻ്റെ കുളിര് നൽകുന്ന ബീവിയെ നമുക്ക് ചരിത്രത്തിൽ കാണാം.
തിരുനബിയുടെ വഫാത്തിന് ശേഷം ജനങ്ങൾക്ക് ഫത്വ നൽകിയും വിജ്ഞാന പ്രചരണം നടത്തിയും വേണ്ടി വരുമ്പോഴെല്ലാം രാഷ്ട്രീയ ഭരണകാര്യങ്ങൾ ഇടപെട്ടും വഫാത്ത് വരെയും അവർ ദൗത്യം നിർവഹിച്ചു. വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണത്തിലും ബീവി ആയിഷ വ്യക്തമായ പങ്ക് നിർവഹിച്ചു. എത്രയോ ആയത്തുകളുടെ തഫ്സീർ ആയിഷ ബീവിയിൽ നിന്നാണ് കിട്ടിയത്. സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങൾ, ദൈനംദിന കർമ്മമായ നമസ്കാരത്തിൻ്റെ രൂപത്തെ സംബന്ധിച്ച നിർണായക ഹദീസുകൾ, ഹജ്ജ്, ജനാസ സംസ്കരണം, വീട്ടിലെ തിരുനബിയുടെ പെരുമാറ്റങ്ങൾ, പ്രവൃത്തികൾ തുടങ്ങി പല മേഖലകളും അവർ ഉദ്ധരിച്ച ഹദീസുകളുടെ കൂട്ടത്തിലുണ്ട്. സമൂഹത്തിന് നേർവഴി കാട്ടുന്ന ധാരാളം സാരോപദേശങ്ങൾ മഹദിയിൽ നിന്നും വന്നിട്ടുണ്ട്. തിരുനബിയുടെ ജീവിതകാലത്തു തന്നെ സ്ത്രീകൾക്ക് അറിവ് നുകരാനുള്ള മാധ്യമമായും അവർ വർത്തിച്ചിരുന്നു. നേരിട്ട് ചോദിക്കാൻ മടിയുള്ള പല വിഷയങ്ങളും അവർ ബീവിയോട് ചോദിക്കുകയും ബീവി നിവാരണം വാങ്ങി വിശദീകരിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുക. ഒരു വേള വമ്പന്മാരായ സ്വഹാബാക്കളെ പോലും തിരുത്തുന്നതായും ചരിത്രത്തിൽ കാണാം. പഠിച്ചത് പകർന്നു കൊടുക്കാൻ വാക്ചാരുതിയും മികച്ച സാഹിത്യഭാഷയും അവർക്കുണ്ടായിരുന്നു എന്നതും അവരുടെ മാറ്റുകൂട്ടുന്നു. അഹ്നസ് ബിൻ ഖൈസ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ അബൂബക്കറിൻ്റെയും ഉമർ, ഉസ്മാൻ, അലി എന്നിവരുടെയും മറ്റുള്ളവരുടെയും മറ്റു പ്രഭാഷകരുടെയും പ്രഭാഷണം കേട്ടിട്ടുണ്ട്. എന്നാൽ ആയിഷയെക്കാളും മനോഹരമോ ശ്രേഷ്ഠമോ ആയ സംസാരം ഒരു സൃഷ്ടിയിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല. 3 സാഹിത്യകാരന്മാർ എന്ന് പ്രസിദ്ധപ്പെട്ട 3 ആളുകളിൽ ഒരാളായ മൂസ ബിൻ തുൽഹ ആയിഷ ബീവിയെ സംബന്ധിച്ച് പറഞ്ഞത്, അവരെക്കാൾ സാഹിത്യഭാഷയുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. പിൽക്കാലത്തുണ്ടായ ഭരണരംഗത്തെ ആഭ്യന്തര കുഴപ്പങ്ങളിൽ തൻ്റെതായ നിലപാടുകൾ എടുക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും 9 വയസ്സ് മുതൽ 9 വർഷം തിരുനബിയോടൊപ്പം ജീവിച്ച് പ്രവാചകത്വ നിർവഹണത്തിൽ മേൽപ്പറഞ്ഞതിലും അപ്പുറമുള്ള മഹാദൗത്യം നിർവഹിച്ച ബീവി ആയിഷയെ കേവലം 5ാം ക്ലാസ്സുകാരി കുട്ടിയായും ആ വിവാഹത്തെ കുട്ടികളോടുള്ള ലൈംഗികാഭിനിവേശത്തിൻ്റെ ഭാഗമായും വക്രീകരിച്ച് പൊതുസമൂഹത്തിൽ നീലവർത്തമാനങ്ങൾ ഛർദ്ദിക്കുന്നവരോട് പുച്ഛം മാത്രം. ശിശു വിവാഹത്തെ അശ്ലീലമായി തോന്നുന്നത് വിവാഹമെന്നാൽ ലൈംഗികത മാത്രമാണെന്ന അല്പത്തരത്തിൽ നിന്നാണെന്ന് പറഞ്ഞത് മറക്കാതിരിക്കുക. പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥകളോടെ വിവാഹത്തിനൊരു നിശ്ചിത പ്രായം നിശ്ചയിക്കേണ്ടതില്ലെന്ന സുചിന്ത്യ കാഴ്ചപ്പാടിലാണ് ഇസ്ലാം. 100 വയസ്സുള്ള സ്ത്രീക്കും വിവാഹിതയാകാമെന്നർത്ഥം. അതീവ രസകരമായിരുന്നു ആ ദാമ്പത്യം. ആയിഷ എന്ന് നീട്ടി വിളിക്കാതെ ആയിഷ് എന്ന് കുറുക്കിയാണ് തിരുനബി വിളിക്കാറ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബീവി ഇറച്ചി കടിച്ചു പറിച്ച സ്ഥലത്ത് വെച്ചു തന്നെ തിരുനബിയും കടിക്കും. പാനം ചെയ്യുമ്പോൾ ബീവിയുടെ ചുണ്ടു ചേർന്നയിടത്തു തന്നെ അവിടുത്തെ ചുണ്ടു പതിയും. കുളിക്കുമ്പോൾ മത്സരിച്ച് വെള്ളം കോരും. വിവാഹം കഴിഞ്ഞ ആദ്യ വർഷങ്ങളിലൊരിക്കൽ തിരുനബിയുടെ യാത്രാസംഘത്തിൽ ബീവിയുമുണ്ട്. ഒരിടത്തെത്തിയപ്പോൾ അവിടുന്ന് സഹയാത്രികരോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. പിന്നെ അവർ 2 പേരും ഒരോട്ട മത്സരം നടത്തി. മത്സരത്തിൽ ബീവിക്കു തന്നെ ജയം. വർഷങ്ങൾ പിന്നിട്ട് ബീവി അല്പം തടിയും വലുപ്പവും വെച്ച ശേഷം വീണ്ടും ഒരോട്ട മത്സരം. ഇത്തവണ ജേതാവ് തിരുനബി. ഇത് അന്നത്തേതിന് പകരമാണെന്ന് അവിടുന്ന് പറയുകയും ചെയ്തു. നബിയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം ഒരിക്കൽ ബീവി തന്നെ തുറന്നു പറയുന്നുണ്ട്. അതിങ്ങനെ ഉദ്ധരിക്കാം. ബീവി പറയുന്നു, ഒരിക്കൽ തിരുമേനി എന്നോട് പറഞ്ഞു, ആയിഷ, നീ എന്നോട് ഇഷ്ടത്തിലായാലും ദേഷ്യത്തിലായാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതെങ്ങനെയാണ്? ഞാൻ ചോദിച്ചു. ഇഷ്ടത്തിലാണെങ്കിൽ നീ പറയുക ലാ വറബ്ബി മുഹമ്മദിൻ എന്നാണ്, സ്നേഹത്തിലല്ലെങ്കിൽ ലാ വറബ്ബി ഇബ്രാഹിം എന്നും. അത് കേട്ടപ്പോൾ ഞാനും പറഞ്ഞു, അതെ അതെ, പക്ഷേ അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങയുടെ പേര് പറയാതിരിക്കുകയേ ചെയ്യുന്നുള്ളൂ. അവരുടെ അനിഷ്ടത്തിൻ്റെ അങ്ങേയറ്റമെന്നാൽ തൽക്കാലം തിരുനബിയുടെ പേര് ഉച്ചരിക്കാതിരിക്കും എന്നതേ ഉള്ളൂ. മറിച്ച് വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിൽ പോലുമോ മറ്റൊരു തരത്തിലും അനിഷ്ടമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ വരി. ആളുകൾ തിരുഭവനത്തിലേക്ക് സമ്മാനങ്ങൾ കൊണ്ടു ചെല്ലാൻ ശ്രമിക്കാറ് തിരുനബി ആയിഷയുടെ വീട്ടിലായിരിക്കുമ്പോഴാണ് എന്നത് അവർ തമ്മിലുള്ള ദാമ്പത്യം എത്രത്തോളം പൊരുത്തമുള്ളതാണ് എന്നതിൻ്റെ മറ്റൊരു സാക്ഷ്യം കൂടിയാണ്. മരണാസന്നരായി കിടക്കുന്ന സമയത്ത് പോലും തിരുനബി പറഞ്ഞതിങ്ങനെ, ആയിഷയുടെ കയ്യിൻ്റെ വെളുപ്പ് ഞാൻ സ്വർഗത്തിൽ കണ്ടു, അതിനാൽ മരണം എനിക്ക് കൂടുതൽ എളുപ്പമാകും. വഫാത്തിൻ്റെ വേളയിൽ മറ്റു ഇണകളുടെ സമ്മതത്തോടെ ബീവിയുടെ വീട്ടിൽ തന്നെ അവിടുന്ന് കഴിയുകയും ആ മടിയിൽ അവിടുത്തെ ഭൗതിക ജീവിതം അവസാനിക്കുകയും ചെയ്തു വന്നത് ഗാഢമായ ആ സ്നേഹബന്ധത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രമാണ്. ആ സംതൃപ്ത ജീവിതത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ ചരിത്രത്തിൽ ഇനിയും ധാരാളമുണ്ട്. തിരുനബിക്ക് ശേഷം 18 വർഷങ്ങൾ കൂടി കഴിഞ്ഞാണ് ബീവിയുടെ വഫാത്ത്. 4. സയ്യിദത്ത് ഹഫ്സ, സ്നേഹജീവിതം. അബൂബക്കർ കഴിഞ്ഞാൽ തിരുനബിയുടെ ഏറ്റവും വലിയ സുഹൃത്തും ദൗത്യനിർവഹണത്തിലെ ധീര പങ്കാളിയുമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സുശക്ത സമൂഹത്തിൻ്റെ സംസ്ഥാപനത്തിന് ഉമറുമായുള്ള ബന്ധം ശക്തിപ്പെടലും ആവശ്യം.
അതിനാലായിരിക്കാം ഉമറിൻ്റെ പുത്രി ഹഫ്സയുമായുള്ള വിവാഹത്തിന് അള്ളാഹു കളമൊരുക്കിയത്. ഹിജ്റയുടെ 3-ാം വർഷം ഷഅബാനിലാണ് അവരിരുവരും തമ്മിൽ വിവാഹം നടന്നത്. ബീവി ഹഫ്സ ഹുനൈസുബിന് ഹുദാഫയുടെ ഭാര്യയായിരുന്നു. ഹബ്ഷയിലേക്ക് അദ്ദേഹം ഹിജ്റ പോയി തിരിച്ചെത്തി ധീരയോദ്ധാവായി ബദറിൽ പങ്കെടുത്തു. യുദ്ധത്തിലെ പരിക്കുകളും മുറിവുകളും നിമിത്തം യുദ്ധാനന്തരം മദീനയിൽ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. മുഹാജിറും മുജാഹിദുമായ പുത്രി ഭർത്താവ് മരണപ്പെട്ടതിൽ ഉമർ അതീവ ദുഃഖിതനായി. ഈ പ്രായത്തിൽ വിധവയായിരിക്കുന്ന തൻ്റെ മകളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോവിഷമം വർദ്ധിച്ചു വന്നു. മകൾക്കൊരു ജീവിതം നൽകി എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. നബിയുടെ പുത്രി റുഖയ്യയുടെ മരണാനന്തരം വിഭാര്യനായി കഴിയുകയായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാനെയാണ് ആദ്യം സമീപിച്ചത്. എന്നാൽ എനിക്കല്പം സമയം വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വിവാഹിതനാവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നു തന്നെ അദ്ദേഹം പറഞ്ഞു. വിഷമം പറഞ്ഞ് നബിയെ സമീപിച്ച ഉമറിനോട് അവിടുന്ന് പ്രതികരിച്ചതിങ്ങനെ: ഉസ്മാനിന് ഹഫ്സയേക്കാൾ നല്ലവളെയും ഹഫ്സക്ക് ഉസ്മാനിനേക്കാൾ നല്ലവനെയും ലഭിക്കും. ആശ്വാസവുമായി മടങ്ങിയ ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോടാണ് ചോദിക്കുന്നത്. എന്നാൽ മൗനമായിരുന്നു മറുപടി. ഉസ്മാൻ്റെ മറുപടിയേക്കാൾ വേദനയായിരുന്നു ഈ മൗനം. നബി തിരുമേനിക്ക് അവരെ വിവാഹം ചെയ്യാൻ പദ്ധതിയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് താൻ മിണ്ടാതിരുന്നത് എന്ന് പിന്നീട് അബൂബക്കർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമങ്കളം ആ വിവാഹം നടന്നു. കുടുംബജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ചില പ്രതിസന്ധികളും പരിഹാരങ്ങളുമൊക്കെ ആ ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം പാഠങ്ങളേകാനുമായിരിക്കാം ആ വിവാഹം. 20 വയസ്സായിരുന്നു അവർക്ക്. തിരുനബിക്ക് 55. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രായം അന്നൊരു പരിഗണനീയ ഘടകമേ അല്ല. 2 പൂർണ്ണ വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ വിവാഹത്തിന് തീരുമാനമെടുത്താൽ അവരുടെ പ്രായഭേദം സംബന്ധിച്ച് തർക്കം ഉന്നയിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ലെന്നാണ് ഉയർന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് പോലും പറയാനുണ്ടാവുക. പിന്നെ നബിയുടെ കാര്യത്തിൽ മാത്രം എന്തിനാണ് അധിക്ഷേപം ഉന്നയിക്കുന്നത്? ഒരിക്കൽ ബീവി ഹഫ്സ നബിയോട് സമ്മതം വാങ്ങി സ്വന്തം വീട്ടിൽ പോയി. ആ സമയത്ത് തിരുനബി അവിടെ എത്തി. അടിമ സ്ത്രീയായിരുന്ന മാരിയയും ഉണ്ടായിരുന്നു. മാരിയയുമായി ആ സമയം അവിടുന്ന് ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ വീട്ടിൽ പോയ ഹഫ്സ ഉടനെ തന്നെ മടങ്ങി വരികയായിരുന്നു. അവർ വരുമ്പോൾ നബിയും മാരിയയും ഉണ്ട്. താൻ ഇല്ലെന്ന് പറഞ്ഞ ദിവസമാണെങ്കിലും തൻ്റെ ദിവസം മാരിയയുമായി കിടക്ക പങ്കിട്ടതിൽ അവർക്ക് സ്ത്രീ സഹജമായ മനോവിഷമവും ഉണ്ടായി. ആ നീരസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുനബിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അനുവദനീയമായ കാര്യമാണ് സംഭവിച്ചത്. പക്ഷേ തൻ്റെ പ്രിയതമക്ക് വിഷമമുണ്ടായതിൽ അവിടുന്നും ഖേദിച്ചു. മേലിൽ മാരിയയുമായി ബന്ധപ്പെടുകയില്ലെന്ന് ശപഥം ചെയ്തു. വിഷയം പുറത്തു പറയരുതെന്നും നിർദ്ദേശിച്ചു. ഒരു കാര്യം പറയട്ടെ, ആജ്ഞാധികാരത്തിൻ്റെ പേരിൽ പത്നിമാരെ അടക്കി നിർത്തുകയാണ് അവിടുന്ന് ചെയ്തിരുന്നതെങ്കിൽ ബീവിയുടെ തൃപ്തിക്ക് വേണ്ടി ഇത്തരമൊരു ശപഥത്തിന് തന്നെ മുതിരുമായിരുന്നോ? എന്നാൽ വിവരം ഹഫ്സ ബീവി തൻ്റെ അടുപ്പക്കാരിയായ ആയിഷയോട് പങ്കുവച്ചു. പിന്നീട് അള്ളാഹു അതിൽ ഇടപെടുകയാണ് ഉണ്ടായത്. സൂറത്തു തെഹ്രീം ആദ്യ ഭാഗത്തു തന്നെ നബിയെ അള്ളാഹു ഹലാലാക്കിയ മാരിയത്തിനെ പത്നിയുടെ തൃപ്തിക്ക് വേണ്ടി എന്തിനു ഹറാമാക്കണമെന്ന് അള്ളാഹു വിമർശന ചോദ്യം ഉന്നയിച്ചു. എല്ലാം തിരുനബിയുടെ തന്നിഷ്ടത്തിനൊത്ത് അവിടുന്ന് കരുനീക്കുകയാണെന്നും ആവശ്യാനുസരണം ആയത്തുകൾ സ്വയം അവതരിപ്പിക്കുകയാണെന്നും പറയുന്നവർ ഈ വിമർശനം എങ്ങനെ ഖുർആനിലുണ്ടായി എന്നതിന് കൃത്യമായ ഉത്തരം നൽകേണ്ടതാണ്. എങ്കിലും വിവരം പുറത്തു പറഞ്ഞതിൽ നബിക്ക് വിഷമമുണ്ടായി. പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതത്ര ഗൗരവമായിരിക്കില്ല എന്നാണ് അവർ വിചാരിച്ചത്. ഒരു വേള തിരുമേനി അവരെ ഒരു ത്വലാക്ക് ചെയ്യാൻ മുതിരുക പോലും ചെയ്തു. വിവരം ഉമറിൻ്റെ കാതുകളിലുമെത്തി. അദ്ദേഹം അത്യധികം വിഷമിച്ചു. എന്നാൽ വാനലോകത്തുനിന്ന് ജിബ്രീൽ ഇടപെട്ട് ഹഫ്സയെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഹഫ്സയെ തിരിച്ചു വിളിക്കുക, അവർ നല്ല നോമ്പുകാരിയും നമസ്കാരക്കാരിയും സ്വർഗത്തിൽ അങ്ങയുടെ പത്നിയുമാണെന്നാണ് ജിബ്രീൽ അറിയിച്ചത്. ഉമറിൻ്റെ വിഷമവും ജിബ്രീൽ ഓർമ്മിപ്പിച്ചു എന്ന് ചില റിവായത്തുകളിൽ കാണാം. രഹസ്യം വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ അള്ളാഹു ആയിഷയെയും ഹഫ്സയെയും തിരുത്തുകയും ചെയ്തു. ഒരു സ്വാഭാവിക അസ്വാരസ്യതയെ വളരെ മാന്യമായി കൈകാര്യം ചെയ്തതിൻ്റെ നേർചിത്രം കൂടിയാണ് ഇതിലൂടെ സമൂഹത്തിന് ലഭിച്ചത്. മാരിയയുമായുള്ള ബന്ധം ഹഫ്സ ബീവി നേരിട്ട് കണ്ടുവന്ന തരത്തിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് അശ്ലീല ചുവയോടെ ഈ ഭാഗങ്ങൾ പറയുന്നവർ മറുപടി അർഹിക്കുന്നേയില്ല. വിവാഹവും വിവാഹമോചനവുമെല്ലാം തന്നിഷ്ടപ്രകാരം ചെയ്തു ശീലിച്ചു പോന്ന ജനതയെ ഉത്തമ സംസ്കാരം പഠിപ്പിക്കുന്നത് അനുഭവ പാഠങ്ങളിലൂടെയാകുമ്പോൾ ശക്തി കൂടുമെന്നതിൽ അഭിപ്രായാന്തരത്തിന് വകയേയില്ല. സന്തുഷ്ട ജീവിതത്തോടൊപ്പം പ്രവാചക ഭവനത്തിലെ ദൗത്യ നിർവഹണവും ചെയ്ത് ആ മഹതി ജീവിച്ചു പോന്നു. തിരുനബിയുടെ അവസാന രോഗനാളുകളിൽ തിരുഭവനത്തിനകത്തെ വിവരങ്ങൾ ആയിഷ ബീവിയെപ്പോലെ ഹഫ്സ ബീവിയും പുറത്തേക്ക് നൽകിയിരുന്നു. എഴുത്തുവിദ്യ അറിയാവുന്ന ഏക പത്നിയുമായിരുന്നു അവർ. പിൽക്കാലത്ത് ആഭ്യന്തര കുഴപ്പങ്ങളുണ്ടായപ്പോൾ തൻ്റെ നിലപാടുകളിൽ അവർ ഉറച്ചു നിന്നതായും കാണാം. 60ഓളം ഹദീസുകൾ അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. തൻ്റെ സഹോദരൻ ഇബ്നു ഉമർ
റളിയല്ലാഹു തആല അൻഹുമ തന്നെയാണ് അവയിൽ അധികവും റിപ്പോർട്ട് ചെയ്തത്. സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ദുആകൾ, കൊല്ലപ്പെടാൻ പറ്റുന്ന ജീവികൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ അവരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. തിരുനബിയുടെ വഫാത്തിന് ശേഷം 30-ലധികം വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് അവരുടെ വഫാത്ത്. 5. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, പരീക്ഷണങ്ങളുടെ പരിണിതി. ഹഫ്സ ബീവിക്ക് ശേഷം തിരുനബിയുടെ വിവാഹ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകിയവരാണ് ബീവി ഉമ്മു സലമ. കുശാഗ്ര ബുദ്ധിയും അതീവ സൗന്ദര്യവും ദൃഢനിലപാടുകളും ഉള്ളവരായിരുന്നു അവർ. ഒരുപക്ഷെ ആയിഷ ബീവിക്ക് തൊട്ടുപിറകിൽ സ്ഥാനമലങ്കരിക്കാവുന്ന പൂർണ്ണ വ്യക്തിത്വത്തിനും ഉടമയായിരുന്നു അവർ. ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒരർത്ഥത്തിലുള്ള ശുഭാന്ത്യം കൂടിയായിരുന്നു തിരുവിവാഹം. ഒന്ന് ചിന്തിച്ചാൽ തിരുനബിയേക്കാൾ നല്ലൊരു വരനെ അവരുടെ സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കാനില്ലെന്ന് ആർക്കും മനസ്സിലാകും. മക്കയിലെ ധനാഢ്യ കുടുംബത്തിൽ പിറന്ന അവരും ഭർത്താവും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആരംഭദശയിൽ തന്നെ വിശ്വാസികളായിരുന്നു. ആ സമയത്ത് വിശ്വാസികളുടെ നില എത്രത്തോളം പരിതാപകരവും പീഡന കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെന്നും പറയേണ്ടതില്ല. പക്ഷേ ബീബി ഉറച്ചു നിന്നു. മക്കയിലെ ഗോത്രമുഖ്യൻ്റെ മകളായിരുന്നുവെങ്കിലും അവർക്ക് ഹബ്ശയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവിടെ വെച്ചാണ് സലമ എന്ന മൂത്ത പുത്രൻ ഉണ്ടായത്. മക്കയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോഴും സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല. മദീനയിലേക്ക് ഹിജ്റ പോകാൻ അവർ തീരുമാനിച്ചു. മടിയിൽ കുഞ്ഞുമായി ഉമ്മു സലമയെ ഒട്ടകപ്പുറത്തിരുത്തി അബൂ സലമ യാത്ര തിരിച്ചു. അങ്ങേയറ്റം സ്നേഹവാത്സ്യങ്ങളോടെ ജീവിച്ചു പോന്ന ആ കുടുംബം മക്കയുടെ അതിർത്തി വിടും മുമ്പേ ദാരുണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായി. ഉമ്മു സലമയുടെ ഗോത്രക്കാരായ മഖ്സൂം ഗോത്രക്കാർ അവരെ തടഞ്ഞു വെച്ചു. അബൂ സലമയോട് താങ്കൾക്ക് വേണമെങ്കിൽ പോകാമെന്നും ഉമ്മു സലമയെ വിടില്ലെന്നും ആക്രോശിച്ചു. ഒടുക്കം ഉമ്മു സലമയെയും ചെറിയ കുഞ്ഞിനെയും അവർ ബലമായി പിടിച്ചു മാറ്റുകയും അബൂ സലമയെ തനിച്ചു പറഞ്ഞു വിടുകയും ചെയ്തു. നിസ്സഹായനായ അബൂ സലമക്ക് മറ്റു വഴികളില്ലായിരുന്നു. അബൂ സലമയുടെ ഗോത്രക്കാർ സംഭവം അറിഞ്ഞ് ഓടിയെത്തി. ഉമ്മു സലമ നിങ്ങളുടെ ആളെങ്കിൽ അവിടെ പിടിച്ചു വെച്ചോളൂ, പക്ഷേ കുട്ടിയെ ഞങ്ങൾക്ക് വേണമെന്നായി അവർ. ഒടുക്കം കുട്ടിയെ അവർ കൊണ്ടുപോവുക തന്നെ ചെയ്തു. ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട ഉമ്മു സലമയ്ക്ക് നിലവിളിക്കുവാനേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. തങ്ങൾ വേർപിരിഞ്ഞ സ്ഥലത്ത് എല്ലാ ദിവസവും അവർ എത്തി കരഞ്ഞിരിക്കുമായിരുന്നു. കടുത്ത വിരഹവേദനയും യാതനയുമുള്ള ഒരു വർഷം അങ്ങനെ കടന്നുപോയി. പിന്നീട് അവരുടെ പുത്രന്മാരിൽപ്പെട്ട ഒരാൾ മനസ്സലിഞ്ഞ് അവരെ വിട്ടയക്കാൻ ഗോത്രത്തോട് ആവശ്യപ്പെട്ടു. അവസാനം അവർ പോകാൻ അനുവാദം നൽകി. കുഞ്ഞുമകൻ സലമയെ അബൂ സലമയുടെ ബന്ധുക്കളും വിട്ടുകൊടുത്തു. കുഞ്ഞിനെയും കൂട്ടി മദീനയിലേക്ക് ഒറ്റയ്ക്ക് പുറപ്പെടാൻ തന്നെ ബീവി തീരുമാനിച്ചു. വഴിയിൽ വെച്ച് ഉസ്മാൻ ബിൻ ത്വൽഹ എന്ന കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ അവരെ കണ്ടു. അന്ന് അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല. എങ്കിലും ഉമ്മു സലമയുടെ മനസ്സറിഞ്ഞ അദ്ദേഹം മദീനയിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടാമെന്നേറ്റു. ഒട്ടകത്തെയും നയിച്ചുള്ള ആ ദീർഘയാത്ര കുബായിൽ അംർ ബിൻ ഔഫ് ഗോത്രം താമസിക്കുന്ന ഗ്രാമത്തിനടുത്താണ് അവസാനിച്ചത്. അവിടെയായിരുന്നു പ്രിയതമയെ വേർപിരിഞ്ഞ് അബൂ സലമ കഴിഞ്ഞുകൂടിയിരുന്നത്. ആ കുടുംബം വീണ്ടും മദീനയിൽ ജീവിച്ചു പോന്നു. 3 മക്കൾ കൂടി ആ ദാമ്പത്യത്തിലുണ്ടായി. ധീരയോദ്ധാവായിരുന്ന അബൂ സലമ തുടർന്ന് ബദറിലും ഉഹദിലും പങ്കെടുത്തു. ഉഹദിൽ അമ്പുകൊണ്ട് മാരക മുറിവേറ്റെങ്കിലും അത് സുഖം പ്രാപിച്ചു. പിറ്റേ വർഷം മറ്റൊരു സൈനിക നീക്കത്തിന് നേതൃത്വം നൽകി 29 ദിവസങ്ങൾ മദീനയിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. പക്ഷേ ആ യുദ്ധത്തിലെ മുറിവുകൾ ആരോഗ്യനില കൂടുതൽ വഷളാക്കുകയും ഹിജ്റ 4-ാം വർഷം അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. പരീക്ഷണത്തിൻ്റെ തീച്ചുളയിൽ പറക്കമുറ്റാത്ത 4 മക്കളും ഉമ്മു സലമയും വീണ്ടും ഒറ്റപ്പെട്ടു. ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഇല്ലാത്ത മദീനയിൽ തീർത്തും നിസ്സഹായയായിരുന്നു അവർ. തൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരാളെ വിവാഹം കഴിച്ച് ജീവിതം പുനരാരംഭിക്കലാണ് കരണീയ മാർഗം. പക്ഷേ പ്രതിസന്ധികളിൽ തന്നെ ആവോളം ചേർത്ത് പിടിച്ച അബൂ സലമയേക്കാൾ നല്ല ഒരു വരനെ എങ്ങനെ ലഭിക്കും? ബീവി ആശങ്കപ്പെട്ടു. ഇങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. രോഗാതുരനായ തൻ്റെ ഭർത്താവ് ഒരിക്കൽ തന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു: ഉമ്മു സലമ, റസൂൽ തിരുമേനി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വിപത്ത് സംഭവിച്ചാൽ ഇന്നാലില്ല എന്ന ദിക്ർ ചൊല്ലിയ ശേഷം ഇതിലും നല്ലത് പകരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ അള്ളാഹു അത് നൽകാതിരിക്കില്ല. മരണം മുന്നിൽ കണ്ട തൻ്റെ ഭർത്താവ് പറഞ്ഞതാണതെന്ന് ബുദ്ധിമതിയായ അവർക്ക് മനസ്സിലായിരുന്നു. അവർ ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അതിനേക്കാൾ നല്ലത് നൽകണേ എന്ന ഭാഗം എത്തുമ്പോഴെല്ലാം ആരാണ് അബൂ സലമയേക്കാൾ നല്ലത് എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നുവെന്ന് ബീവി തന്നെ പറയുന്നുണ്ട്. ബീവിയുടെ യുദ്ധാകാലം കഴിഞ്ഞു. തനിച്ചാണ് ബീവി കഴിയുന്നത്. ഇണയില്ലാതെ ഒരു സ്ത്രീ കഴിയേണ്ടി വരിക എന്നത് അചിന്ത്യമായിരുന്നു. നാട്ടിലെ പ്രമുഖരും സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തന്നെ അവരെ വിവാഹം കഴിക്കാമെന്ന് അറിയിച്ചെങ്കിലും ബീവി നിരാകരിച്ചു. അള്ളാഹുവിൻ്റെ തീരുമാനത്തിലേക്ക് ഓരോ നിമിത്തങ്ങൾ ഉണ്ടാവണമല്ലോ. പിന്നീട് ഉമറിൻ്റെ വിവാഹാഭ്യർത്ഥനയും നിരസിക്കപ്പെട്ടു. ബീവിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെത്താൻ സമയമായി. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ദിവസം തിരുനബി തന്നെ നേരിട്ട് അവരെ സമീപിക്കുകയും തന്നെ വിവാഹം കഴിക്കുന്നതിൽ സമ്മതമാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു.
അവരിങ്ങനെയാണ് പ്രതികരിച്ചത്: തിരുദൂതരെ, അങ്ങയിൽ ആഗ്രഹമില്ലാതിരിക്കാൻ എനിക്കൊരു കാര്യവുമില്ല. പക്ഷേ ഞാനൊരു കടുത്ത കുശുമ്പുകാരിയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടാൻ മാത്രം അത്തരം പെരുമാറ്റങ്ങൾ എന്നിൽ ഉണ്ടാവുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്ക് വയസ്സെത്തിയിട്ടുമുണ്ട്, ആശ്രിതരായ മക്കളുമുണ്ട്. അത് കേട്ട തിരുമേനി ഇങ്ങനെ പ്രതിവചിച്ചു: നീ പറഞ്ഞ കുശുമ്പ് അത് അള്ളാഹു തന്നെ നീക്കിത്തരുന്നതാണ്. വയസ്സും പ്രശ്നമല്ല, എനിക്കും വയസ്സുണ്ടല്ലോ. പിന്നെ നിന്റെ ആശ്രിതരെല്ലാം എൻ്റെയും ആശ്രിതരായിരിക്കും, അതും പ്രശ്നമല്ല. അത് കേട്ടപ്പോൾ ബീവി വിവാഹത്തിന് സമ്മതിച്ചു. ശ്രദ്ധിക്കുക, കേവലം 7-ാം നൂറ്റാണ്ടിലെ ഗോത്രപ്രമുഖൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് വിവാഹിതരാവേണ്ടി വന്ന പാവപ്പെട്ട കുറേ സ്ത്രീകളെന്ന നിലയിൽ മ്ലേച്ഛമായ രീതിയിൽ തിരുവിവാഹങ്ങളെ വിമർശിക്കുന്നവരുണ്ട്. ലളിതവും സുതാര്യവുമായ സംഭാഷണങ്ങളിലൂടെ പറഞ്ഞുറപ്പിക്കുന്ന വിവാഹമാണ് ഈ കണ്ടത്. നിരസിക്കാനുള്ള അവകാശം പോലും അവർക്കുണ്ട്. ഉമ്മു സലമ ബീവി മേൽപ്പറഞ്ഞ ആശങ്കകൾ പങ്കുവച്ചതായി വിവരമറിഞ്ഞപ്പോൾ തന്നെ നിരസിച്ചതുപോലെ റസൂലിനെയും അവർ നിരസിച്ചുവെന്ന് കരുതി ഉമർ റളിയല്ലാഹു തആല അൻഹു അവരെ ആക്ഷേപിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ആജ്ഞാനുവർത്തിയായി നിന്ന് കൊടുക്കേണ്ടവരായിരുന്നുവെങ്കിൽ അതൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ. വിവാഹശേഷം അവരുടെ സമ്പൂർണ്ണ സംതൃപ്തി അബൂസലമയേക്കാൾ നല്ലയാളെ എനിക്ക് അള്ളാഹു പകരം തന്നു എന്ന വാക്കിലൂടെ അവർ ഇടയ്ക്കിടെ വ്യക്തമാക്കാറുമുണ്ടായിരുന്നു. പ്രവാചക ഭവനത്തിലെ ധർമ്മനിർവഹണത്തിൽ ബീവിയും അതുല്യമായ പങ്കുവഹിച്ചു. പ്രവാചക പത്നിമാരിൽ അവസാനം വഫാത്തായ ബീവി മരണം വരെയും സാമൂഹിക പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ചു. ബീവിയുടെ അഭിപ്രായ പ്രകടന മികവിനെയും ബുദ്ധികൂർമ്മതയെയും എടുത്തു കാണിക്കുന്ന ഒരു നിർണായക സംഭവം ഹുദൈബിയയിൽ ഉണ്ടായിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി എഴുതി കഴിഞ്ഞപ്പോൾ തിരുമേനി എല്ലാവരോടുമായി എഴുന്നേറ്റ് അറവ് നടത്തി മുടി മുണ്ഡനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. കരാറിൽ സ്തബ്ധരായി പോരുന്ന പുരുഷാരത്തിൽ ഒരാൾ പോലും എഴുന്നേറ്റില്ല. സന്ധിക്ക് പകരം ജിഹാദ് തന്നെ നിർദ്ദേശിക്കുന്ന ആയത്ത് ഇറങ്ങിയേക്കുമെന്ന ആശയിലായിരുന്നു അവർ. തിരുമേനി ഉടൻ ഉമ്മു സലമ ബീവിയെയാണ് സമീപിച്ച് വിവരം പറഞ്ഞത്. പ്രശ്ന പരിഹാരത്തിന് ആ അസന്നിഗ്ധ വേളയിൽ തന്നെയാണ് സമീപിച്ചത് എന്നത് തന്നെ ബീവിയുടെ കഴിവിനുള്ള മതിയായ അംഗീകാരമാണ്. ബീവി ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: നബിയെ, ഒരാളോട് സംസാരിക്കാതെ അങ്ങ് പുറപ്പെടുക, അറവ് നടത്തുകയും ക്ഷൗരക്കാരനെ വിളിച്ച് മുണ്ഡനം നടത്തുകയും ചെയ്യുക. തിരുമേനി തന്നെ അത് ചെയ്തപ്പോഴാണ് പുരുഷാരം എഴുന്നേൽക്കുകയും പരസ്പരം മത്സരിക്കുമാറ് കർമ്മങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. 378 ഹദീസുകൾ അവരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം, ശുദ്ധീകരണം, ദിക്റുകൾ, ഉപദേശങ്ങൾ, സക്കാത്ത്, ഹജ്ജ്, ഭാര്യഭർത്തൃ സംസർഗത്തിലെ ചില നിയമങ്ങൾ തുടങ്ങി മുസ്ലിം സമൂഹത്തെ സ്പർശിക്കുന്ന നിരവധി വിജ്ഞാനങ്ങളാണ് അവരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഹിജ്റ 60 ശേഷമാണ് ആ ധന്യജീവിതം അവസാനിച്ചത്. ഉമ്മു ഹബീബ, മക്കയുടെ മരുമകൾ. മക്ക ഇനിയും ഇസ്ലാമിന് കീഴിൽ വന്നിട്ടില്ല. മക്കയിലെ പ്രമുഖൻ്റെ മകൾ തന്നെ മദീനയുടെ മരുമകളാകാനാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം. അവൻ വഴിയൊരുക്കിയതിങ്ങനെ: ഖുറൈശി നേതാവ് അബൂ സുഫിയാൻ്റെ മകളാണ് റംല എന്ന ഉമ്മു ഹബീബ. തിരുനബിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവർ വിശ്വസിച്ചിരുന്നു. വിശ്വാസ സംരക്ഷണത്തിനായി നിരവധി കഷ്ടതകൾ സഹിക്കുകയും ചെയ്തു. ബീവിയും ഭർത്താവുമായിരുന്ന അബ്ദുല്ലാഹിബ്നു ജഹ്ഷും മക്ക വിട്ട് ഹബ്ശയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ അവിടെ എത്തിയ ഭർത്താവിൻ്റെ സ്വഭാവം മാറി. അയാൾ ക്രിസ്തുമതം സ്വീകരിക്കുകയും ഒരു മുഴുക്കുടിയനാവുകയും ചെയ്തു. മകൾ ഹബീബയോടൊപ്പം ബീവി അതിവിദൂരമായ ആ നാട്ടിൽ ഒറ്റപ്പെട്ടുപോയി. മകളെ പോറ്റി വളർത്തൽ അവർക്ക് ഭാരമായി. കഷ്ടപ്പാടുകൾ ഒന്നായി വന്നപ്പോഴും അള്ളാഹുവിൻ്റെ വിധിയിൽ പൊരുത്തപ്പെട്ട് മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് ഇസ്ലാമിൽ ഉറച്ചു നിന്ന് ആരാധനകളുമായി അവർ കഴിഞ്ഞുകൂടി. നിരപരാധിയായ കുഞ്ഞുമകളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴെല്ലാം അവർ കരഞ്ഞിരുന്നു. പിതാവ് അബൂ സുഫിയാൻ്റെ തന്നെ നേതൃത്വത്തിൽ മക്കക്കാർ തിരുനബിയോടുള്ള കടുത്ത ശത്രുതയിൽ തുടരുന്നത് കൊണ്ട് മടങ്ങിപ്പോവുക എന്നത് അവർക്ക് അചിന്ത്യമായിരുന്നു. വിവരങ്ങളറിഞ്ഞ തിരുനബി തന്നെ അവരെ വിവാഹം ചെയ്യാൻ അവരനുഭവിക്കുന്ന വലിയ വേദനയിൽ ആശ്വാസം നൽകാനും തീരുമാനിച്ചു. ഹബ്ശയിലെ രാജാവ് അസ്ഹമക്ക് വിവരം പറഞ്ഞ് കത്തയച്ചു. വിവാഹത്തിൻ്റെ സന്തോഷവാർത്ത അവരറിയിക്കാൻ ചെന്നത് അബ്രഹത്ത് എന്ന സ്ത്രീയാണ്. വിവാഹശേഷം രാജാവ് തന്നെ വലിയ തുക മഹറായി നൽകിയതിനാൽ അതിൽ നിന്നും ഈ അബ്രഹത്തിന് നൽകാൻ ബീവി കുറേ ശ്രമിച്ചെങ്കിലും അവർ വിസമ്മതിക്കുകയായിരുന്നു. മുസ്ലിമായ അവർ നബിയോട് സലാം പറഞ്ഞയക്കുകയും ചെയ്തു. ആ വിവാഹത്തിനോട് ബീവിക്ക് എത്രമാത്രം പൊരുത്തമുണ്ടായിരുന്നുവെന്നതിൻ്റെ മകുടോദാഹരണമാണിത്. ബീവി തന്നെ സ്വപ്നത്തിൽ തന്നെ ഒരാൾ ഉമ്മുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്നതായി കണ്ടിരുന്നുവെന്നും തിരുമേനി തന്നെ വിവാഹം ചെയ്യുമെന്നതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് താൻ മനസ്സിലാക്കിയിരുന്നതായും പിന്നീട് വെളിപ്പെടുത്തുന്നുമുണ്ട്. അധിക്ഷേപങ്ങൾ മാത്രം ചൊരിയുന്നവർ ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നേയില്ല. മുസ്ലിമായ രാജാവ് തന്നെ തിരുനബിക്ക് അവരെ വിവാഹം ചെയ്തു കൊടുത്ത് മദീനയിലേക്ക് യാത്രയാക്കി.
മക്ക ഖുറൈശികളുമായി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഇസ്ലാമിക ദൗത്യത്തിൽ സുപ്രധാന മുന്നേറ്റമുണ്ടാക്കുന്നതിനും വേണ്ടി അള്ളാഹു തന്നെ ഒരുക്കിയെടുത്ത ഒരു വിവാഹമായിരുന്നു അതെന്ന് ചരിത്ര നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഉഗ്രപ്രതാപത്തോടെ ശത്രുത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന അബൂ സുഫിയാൻ്റെ മകൾ തിരുനബിയുടെ ഭാര്യാപദത്തിൽ എത്തിയെന്നത് അവരെ അമ്പരിപ്പിക്കുന്ന കാര്യമാണല്ലോ. സൂറത്തുൽ മുംതഹിന 7-ാം അധ്യായത്തിൽ നിങ്ങളും നിങ്ങളോട് ശത്രുതയുള്ളവരും തമ്മിൽ അള്ളാഹു സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞത് ഉമ്മു ഹബീബയുടെ വിവാഹത്തെ സംബന്ധിച്ചാണെന്ന് ഇമാം മാവർദി പറയുന്നുണ്ട്. ആയിടക്ക് ഹുദൈബിയയിലെ കരാർ ലംഘിച്ച ഖുറൈശികളോട് തിരുമേനിക്ക് കടുത്ത വിരോധം. 3 നിബന്ധനകൾ അവർക്ക് മുന്നിൽ വെച്ചെങ്കിലും ധിക്കാരപരമായ മറുപടിയാണ് തുടക്കത്തിൽ തന്നെ ലഭിച്ചത്. എന്നാൽ പിന്നീട് അവർ ആ നിലപാടിൽ ഖേദിച്ചു. മദീനയിലെ ശക്തി തിരിച്ചറിഞ്ഞ അവർ നബിയോട് സംസാരിക്കാൻ അബൂ സുഫിയാനെയാണ് പറഞ്ഞയച്ചത്. അബൂബക്കർ, ഉമർ, അലി റളിയല്ലാഹു തആല അൻഹും തുടങ്ങിയവരൊക്കെ കണ്ട് അബൂ സുഫിയാൻ ദയനീയമായി കരാർ പുതുക്കുവാൻ അപേക്ഷിച്ചെങ്കിലും തിരുനബി തീരുമാനം മാറ്റിയില്ല. അതിനിടെ മകൾ ഉമ്മു ഹബീബയുടെ മുറിയിലേക്കും അദ്ദേഹം ചെന്നു. തിരുനബിയുടെ വിരിപ്പിലിരിക്കാൻ തുനിഞ്ഞപ്പോൾ അവരത് ചുരുട്ടിവെച്ചു. കാരണം ചോദിച്ചപ്പോൾ താങ്കൾ മുശ്രിക്കും മലിന വ്യക്തിയുമായതിനാൽ തിരുദൂതരുടെ വിരിപ്പിൽ താങ്കൾ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന ധീരവും കടുത്തതുമായ മറുപടിയായിരുന്നു അവർ നൽകിയത്. അപ്പോൾ അബൂ സുഫിയാൻ, മകളെ, എന്നിൽ നിന്ന് വിട്ടുപോകുന്ന ശേഷം നിനക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അവരിങ്ങനെയാണ് പറഞ്ഞത്: ഒരിക്കലുമില്ല, എന്നെ അള്ളാഹു ഇസ്ലാമിലാക്കി. താങ്കൾ കണ്ണോ കാതോ ഇല്ലാത്ത കല്ലിനെയാണ് ആരാധിക്കുന്നത്. ഉപ്പ, താങ്കളുടെ കാര്യം ആശ്ചര്യം തന്നെ. ഖുറൈശികളുടെ നേതാവും അവരിലെ വമ്പനുമാണല്ലോ താങ്കൾ. അപ്പോൾ അദ്ദേഹം, എൻ്റെ പിതാക്കന്മാരുടെ ദീൻ വിട്ട് ഞാൻ മുഹമ്മദിൻ്റെ ദീൻ പിന്തുടരണമോ എന്ന് ചോദിച്ചു. ഒരു പരിവർത്തനത്തിൻ്റെ തുടക്കം അവിടെ മുട്ടിടുകയായിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് മടങ്ങിപ്പോയ ശേഷം മക്കക്കാർ ആരും വിവരമറിയാതെ വലിയൊരു സൈന്യവുമായി നബിതങ്ങൾ മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് വിവരങ്ങളൊന്നും അറിയാത്തതിനാൽ മദീനയിലേക്ക് പുറപ്പെട്ട അബൂ സുഫിയാനും അടങ്ങുന്ന 3 സംഘത്തെ വഴിയിൽ കാണുന്നത്. സൈന്യത്തിൻ്റെ ശക്തിയും മറ്റും തിരിച്ചറിഞ്ഞ അവർ തിരുനബിയെ അംഗീകരിച്ച് അവിടെ വെച്ച് തന്നെ മുസ്ലിം ആവുകയും ചെയ്തു. തുടർന്ന് മക്കയിലെത്തി ഇങ്ങനെ വിളിച്ചു പറയാൻ കൂടി തിരുനബി അവരോട് നിർദ്ദേശിച്ചു: അബൂ സുഫിയാൻ്റെ വീട്ടിലും പള്ളിയിലും അർക്കമിൻ്റെ വീട്ടിലും അഭയം തേടുന്നവർ സുരക്ഷിതർ. ആളുകൾ ചിതറിയോടി ഇവിടങ്ങളിൽ അഭയം പ്രാപിച്ചു. രക്തം ചിന്താതെ തിരുനബി മക്കയിലേക്ക് പ്രവേശിച്ചു. 2 പതിറ്റാണ്ടോളം നീണ്ട മക്കയുടെ ശത്രുത അതോടെ അവസാനിക്കുകയും ഇസ്ലാമിന് കീഴിലാവുകയും ചെയ്തു. അങ്ങനെ മക്കയുടെ പ്രമാണി അബൂ സുഫിയാൻ്റെ മകൾ തിരുനബിയുടെ പത്നി പദത്തിലുണ്ടെന്നതും ബന്ധങ്ങൾക്ക് ശക്തി പകരുന്നതിന് മഹത്തായ ഒരു ഹേതുകമായി മാറി. 65 ഹദീസുകൾ അവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്ത്യനാളിലുള്ള ഫിത്നകളടക്കം പല വിവരങ്ങൾ അവയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. സഹോദരനും തിരുനബിയുടെ വഹി എഴുത്തുകാരനുമായിരുന്ന ഖലീഫ മുആവിയ അവരിൽ നിന്നും പല ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. സഹോദരൻ്റെ ഭരണകാലത്ത് ഹിജ്റ 44-ലാണ് അവർ വിട പറയുന്നത്. 7. സൈനബ് ബിൻത്ത് ജഹ്ഷ്, തിരുനബിയുടെ ആകാശ വിവാഹം. അള്ളാഹുവിൻ്റെ മുൻനിശ്ചയങ്ങൾക്കനുസരിച്ച് ക്രമാനുഗതമായി പശ്ചാത്തലങ്ങൾ ഒരുങ്ങുകയും വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാണല്ലോ തിരുജീവിതത്തിൽ നാം കാണുന്നത്. അവിടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് അവിടുന്ന് പരിഗണന നൽകുന്നില്ല. സൈനബിൻ്റെ വിവാഹകാര്യത്തിലും ചിത്രം വളരെ പ്രകടമായി കാണാം. എന്നല്ല, വിവാഹം അള്ളാഹു തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനാലാണ് ആകാശ വിവാഹം എന്ന് ഈ വിവാഹത്തെ വിളിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമേ അവിടുന്ന് ചെയ്യുന്നുള്ളൂവെന്ന് എല്ലാ വിശ്വാസികളെയും കൃത്യമായി ബോധ്യപ്പെടുത്താനും യാതൊരു തരത്തിലുള്ള വസ്വാസുകളും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ലെന്ന് അറിയിക്കാനുമാണത്. പറയാം. തിരുനബിയുടെ പിതൃ സഹോദരി ഉമൈമയുടെയും അസദ് ഗോത്രക്കാരനായ ജഹ്ഷിൻ്റെയും മകളാണ് സൈനബ്. പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ 1.5 പതിറ്റാണ്ട് മുമ്പ് ജനിച്ച അവരെ നബിക്ക് നന്നായി അറിയാം. കുലീനയും സൗന്ദര്യവതിയുമാണവർ. മക്ക ജീവിത കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് മദീനയിലേക്ക് അവർ ഹിജ്റ പോരുകയും ചെയ്തു. മദീനയിലെ ജീവിതകാലത്താണ് ആചാരപ്രകാരം പുത്രപദവിയിലുള്ള സെയ്ദിന് വേണ്ടി നബിതങ്ങൾ വിവാഹാന്വേഷണം നടത്തുന്നത്. ജാഹിലിയ കാലത്ത് യുദ്ധത്തടവുകാരിൽ പെട്ടുവന്ന സെയ്ദിനെ നബി വാങ്ങിയതായിരുന്നു. ഖദീജയുടെയും തിരുനബിയുടെയും കൂടെ വളർന്ന സെയ്ദിനെ അന്വേഷിച്ച് ഒരിക്കൽ പിതാവും പിതൃവ്യനും എത്തിയപ്പോൾ എനിക്ക് അവരുടെ കൂടെ പോകേണ്ട എന്ന് പറഞ്ഞ് നബിയെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു. ആ സമയത്ത് നബി അദ്ദേഹത്തെ അടിമമോചനം ചെയ്യുകയും ഹറമിൽ ചെന്ന് അന്നത്തെ ആചാരപ്രകാരം തൻ്റെ പുത്രനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരം പ്രഖ്യാപിത പുത്രന്മാരെ സ്വന്തം മകനെപ്പോലെ ഗണിക്കുകയും അനന്തരാവകാശം വരെ നൽകുകയുമാണ് അന്നത്തെ രീതി. നുബുവത്തിന് മുമ്പാണ് ഈ ആചാര പ്രഖ്യാപനം നടന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മദീനയിലെത്തിയ സെയ്ദിന് ഒരു വിവാഹം വേണം. അമ്മായിയുടെ മകൾ സൈനബിനെ തന്നെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന്
തിരുമേനിക്ക് തോന്നി. അന്വേഷിക്കാൻ സൈനബ് ബീവിയുടെ അടുത്തെത്തി. കെട്ടുകാര്യം പറഞ്ഞപ്പോൾ അവരും സഹോദരനും വലിയ സന്തോഷത്തിലായി. തിരുമേനി തനിക്കു വേണ്ടിയാണ് വിവാഹം അന്വേഷിക്കുന്നത് എന്നാണ് അവർ നനച്ചത്. അതായിരുന്നു ആ വലിയ സന്തോഷത്തിന് പിന്നിൽ. പക്ഷേ സെയ്ദിന് വേണ്ടിയാണ് ചോദിച്ചതെന്നറിയിച്ചപ്പോൾ അവർക്ക് അത്ര തൃപ്തി തോന്നിയില്ല. ഖുറൈശി തറവാട്ടുകാരിയായ താൻ എങ്ങനെയാണ് ഒരു മോചിത അടിമയോട് ഒക്കുക എന്നതായിരുന്നു അവരുടെ ചോദ്യം. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം ആ വിവാഹം നടക്കാനായിരുന്നു. അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ വിശ്വാസികൾക്ക് അതിൽ അതൃപ്തി ഉണ്ടാവരുതെന്ന വചനം അവതരിച്ചു. ഈ വിവരമറിഞ്ഞ സൈനബും സഹോദരനും സർവാത്മന വിവാഹത്തിനു തയ്യാറായി. അവരുടെ നിക്കാഹ് നടക്കുകയും ചെയ്തു. എന്നാൽ അസംതൃപ്തമായിരുന്നു ആ ദാമ്പത്യം. വലിയ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ദാമ്പത്യ ജീവിതമായി അള്ളാഹു അതിനെ നിശ്ചയിച്ചിട്ടുമില്ലല്ലോ. അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് തിരുപത്നി പദമാണ്. അതിനാൽ തന്നെ മാനസികമായി സെയ്ദിനോട് അടുക്കാനോ സ്വസ്ഥമായ ദാമ്പത്യ ജീവിതം നൽകാനോ സൈനബിന് കഴിഞ്ഞില്ല. സൈനബിനെ സംബന്ധിച്ച പൊരുത്തക്കേടിൻ്റെ പരാതിയുമായി പലകുറി സെയ്ദ് തിരുനബിയെ സമീപിച്ചിട്ടുമുണ്ട്. വിവാഹമോചനത്തിനുള്ള അനുവാദമാണ് സെയ്ദ് ചോദിക്കുന്നത്. സൈനബും ആഗ്രഹിച്ചതുപോലെ താൻ തന്നെയാണ് അവരെ വിവാഹം ചെയ്തിരുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലെന്ന് അവിടുന്ന് ചിന്തിച്ചിട്ടുമുണ്ട്. ഇനിയും സെയ്ദ് പിരിയുകയാണെങ്കിൽ അവരെ വിവാഹം ചെയ്യാമെന്നും തീർച്ചപ്പെടുത്തി. അതാകും അള്ളാഹുവിൻ്റെ വിധി. പക്ഷേ ആചാരപ്രകാരം പുത്രഭാര്യയാണ് സൈനബ്. പുത്രഭാര്യയെ വിവാഹം ചെയ്തുവെന്ന് ജനം വിമർശിക്കുമെന്ന ഒരാശങ്ക നബിയിൽ ഉളവാവുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 വർഷം പിന്നീടാറായി. ഒരു കുഞ്ഞു പോലും ആ ദാമ്പത്യത്തിൽ ഉണ്ടായില്ല. വീണ്ടും പരാതിയുമായി സെയ്ദെത്തി. വിഷയം സംസാരിച്ചു തീർക്കാൻ തിരുനബി തന്നെ ഒരു ദിവസം നേരിട്ട് വീട്ടിൽ ചെന്നു. പക്ഷേ അതൊരു പെണ്ണുകാണൽ ചടങ്ങായാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന തിരുനബിയുടെ കാഴ്ചവട്ടത്തിൽ പൊടുന്നനെ സൈനബ് അകപ്പെട്ടു. സൗന്ദര്യം പ്രകടമാകുന്ന ആ കാഴ്ചയിൽ പക്ഷേ തിരുനബിക്ക് ഒരു തൽക്ഷണ സ്നേഹം അള്ളാഹു മനസ്സിൽ ഇട്ടുകൊടുത്തു. സെയ്ദിൻ്റെ പരാതി പ്രളയം മൂലം സൈനബിനോടുണ്ടായിരുന്ന അമർഷം നീങ്ങി ഒരിഷ്ടം ഉത്ഭവിച്ചു. അള്ളാഹു ആ മനസ്സിനെ അത്തരത്തിൽ തൽക്ഷണം മാറ്റിയെടുക്കുകയായിരുന്നു. ഇങ്ങനെ മനസ്സിൽ പൊടുന്നതിന് സ്നേഹം മുളക്കലോ മതിപ്പുണ്ടാകലോ സാധാരണഗതിയിൽ മനുഷ്യരുടെ നിയന്ത്രണത്തിൽപ്പെട്ടതേയല്ല. അതിനാൽ അത് ആക്ഷേപാർഹവുമല്ല. എന്നാൽ ആ ഇഷ്ടത്തെ പിന്തുടരുകയും ഏതു വളഞ്ഞ വഴിക്കും പെണ്ണിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും ആക്ഷേപിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഒരൊറ്റ കാഴ്ച മാത്രമാണ് ഉണ്ടായത്. പിന്നെ തിരുമേനി അവിടെ നിന്നില്ല. ഉടൻ തിരിഞ്ഞു നടന്നു. സുബ്ഹാന മുഖല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ പരിവർത്തിപ്പിക്കുന്നവനാണ് മഹത്വം എന്നൊരുവിട്ടാണ് അവിടുന്ന് നടന്നു നീങ്ങിയത്. അതാണ് സൈനബ് കാണുന്നത്. വിഷയം സെയ്ദും അറിഞ്ഞു. കാര്യം അദ്ദേഹത്തിന് പിടികിട്ടി. എന്നല്ല, സൈനബിനോടുള്ള അനിഷ്ടം അദ്ദേഹത്തിന് വർദ്ധിക്കുകയാണ് ചെയ്തത്. അവസരം മുതലാക്കി സെയ്ദ് വീണ്ടും നബിയെ സമീപിച്ചു. നബിയെ, സൈനബിന് അഹങ്കാരമാണ്, നാവുകൊണ്ട് എന്നെ ദ്രോഹിക്കുന്നു, പിരിയാൻ അനുവാദം വേണം. വീണ്ടും ആവശ്യപ്പെട്ടു. ഇത്തവണ സാഹചര്യം മാറിയിട്ടുണ്ട്. സൈനബ് പിരിയുകയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ മാത്രം പോന്ന ഒരിഷ്ടം തൻ്റെ മനസ്സിൽ അള്ളാഹു ഇട്ടു തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വിവാഹം ചെയ്താൽ തൻ്റെ പുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തുവെന്ന് ജനം കുറ്റപ്പെടുത്തുമോ എന്ന ആശങ്ക മനസ്സിൽ വീണ്ടും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെയ്ദിനോട് അവിടുന്ന് വീണ്ടും പറഞ്ഞത്, അംസിക് അലൈക സൗജക് വത്തഖില്ല, നീ ഭാര്യയെ പിരിയാതിരിക്കുകയും ത്വലാഖിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന്. എന്നാൽ അള്ളാഹു മനസ്സിൽ ഇട്ടുകൊടുത്ത ഇഷ്ടം വഴി സെയ്ദ് ത്വലാഖ് ചെയ്താൽ വിവാഹം കഴിക്കാമെന്ന ചിന്തയെ ആക്ഷേപാശങ്കയുടെ പേരിൽ തൽക്കാലം മാറ്റിവെച്ചതിലെ അനൗചിത്യം ചൂണ്ടിക്കാട്ടി അള്ളാഹുവിൻ്റെ തിരുവചനം തന്നെ അവതരിച്ചു. സൂറത്തുൽ അഹ്സാബിലെ 37-ാം വചനം. തുടർന്ന് സെയ്ദ് അവരെ ത്വലാഖ് ചെയ്യുകയും ഇദ്ദാ കാലയളവ് തീരുകയും ചെയ്തു. പിന്നെ വിവാഹത്തിൻ്റെ സാധാരണ നടപടികളൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹു തന്നെ ആ വിവാഹം നടത്തിയതായി അവൻ ഖുർആനിൽ പ്രഖ്യാപിച്ചു. അള്ളാഹു തന്നെയാണ് എല്ലാം തീരുമാനിച്ച് നടപ്പാക്കുന്നതെന്ന് വിശ്വാസികൾക്കെല്ലാം ദൃഢമായി ബോധ്യപ്പെട്ടു. തിരുനബി ഒരു സമ്മതം ചോദിക്കലിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ തന്നെ സൈനബിനെ പരിഗ്രഹിച്ചു. കെട്ടുപറയാൻ സെയ്ദിനെ തന്നെയാണ് നബി പറഞ്ഞു വിട്ടതെന്നും ചരിത്രത്തിൽ കാണാം. വിവരം കേട്ട മാത്രയിൽ സൈനബ് തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് പ്രവേശിക്കുകയും എൻ്റെ റബ്ബിനോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ലെന്ന് പറയുകയും ചെയ്തു. ആ സമയത്താണ് വിവാഹ പ്രഖ്യാപനമടങ്ങുന്ന വചനം വന്നതും തിരുനബി അവരെ പരിഗ്രഹിക്കുന്നതും. വിവാഹം അവിടുന്ന് പരസ്യമാക്കുകയും മാംസവും റൊട്ടിയും അടങ്ങുന്ന സദ്യ ഉണ്ടാക്കുകയും ചെയ്തു. ജനങ്ങൾ കൂട്ടമായി വന്ന് ഭക്ഷണം കഴിക്കുകയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹു തന്നെ നേരിട്ട് നടത്തിയ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ നിർവൃതിയിലായിരുന്ന വിശ്വാസികൾ. പക്ഷേ മുനാഫിക്കുകൾ ഭോഷ്ക് പ്രചരിപ്പിച്ചു. പുത്രഭാര്യയെ വിവാഹം ചെയ്തുവെന്ന് കുറ്റപ്പെടുത്തി. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണല്ലോ. അതുപ്രകാരം വചനങ്ങൾ അവതരിച്ചു. തിരുമേനി ആരുടെയും പിതാവല്ലെന്നും സ്വന്തം പിതാവിലേക്ക് ചേർത്തിയല്ലാതെ ആരെയും വിളിക്കപ്പെടരുതെന്നുമായിരുന്നു അവയുടെ ഉള്ളടക്കം. സൂറത്തുൽ അഹ്സാബിലെ വചനങ്ങൾ.
ഒരു തെറ്റായ ആചാരത്തിൻ്റെ അടിവേരറക്കുക കൂടിയായിരുന്നു അതിലൂടെ. രക്തബന്ധത്തിൻ്റെ വില അള്ളാഹു ബോധ്യപ്പെടുത്തി. അന്ന് മുനാഫിക്കുകൾ പറഞ്ഞതിന് ഇന്നും ഏറ്റുപിടിക്കുകയാണ് ചിലർ. സെയ്ദ് പുത്രനല്ലെന്നിരിക്കെ പുത്രഭാര്യയെ കണ്ടുമോഹിച്ച് വിവാഹമോചനം ചെയ്യിപ്പിച്ച് സ്വന്തമാക്കി എന്ന് കണ്ണടച്ചുള്ള വിമർശനത്തിന് ഇതിൽ പഴുതേയില്ലെന്ന് മനസ്സിലായല്ലോ. സെയ്ദിൻ്റെ കാര്യത്തിൽ 100% സ്വമേധയാ ഉള്ള വിവാഹമോചനമാണെന്ന് നാം മനസ്സിലാക്കി. അവരെ ത്വലാക്ക് ചെയ്യാൻ തിരുമേനി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, സെയ്ദിന് അവരോട് അനിഷ്ടവും തിരുമേനിക്ക് ഇഷ്ടവുമായ സമയത്ത് പോലും അവിടുന്ന് ത്വലാക്ക് ചെയ്യരുതെന്നാണ് നിർദ്ദേശിച്ചത്. തിരുനബിയുടെ ഉയർന്ന സ്ഥാനത്തേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ അതിലുണ്ടാകുന്ന അനൗചിത്യത്തെ വ്യക്തമാക്കി അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളാണ് അധിക്ഷേപക്കാരും അവലംബമാക്കുന്നത് എന്നത് എത്ര വികൃതമായ വിരോധാഭാസം! അവരെ വിവാഹം കഴിക്കാൻ തിരുമേനിക്ക് സ്വന്തമായ വല്ല പ്ലാനുമുണ്ടെങ്കിൽ കേവലം 1 വർഷം മുമ്പ് സെയ്ദിന് അവരെ വിവാഹം ചെയ്ത് കൊടുക്കുമായിരുന്നോ എന്ന് ഇവർ തന്നെ പറയട്ടെ. പൂർണ്ണ മനസ്സാൽ തങ്ങളുടെ വളർത്തുപുത്രന്മാർ ഭാര്യമാരെ വേർപിരിഞ്ഞെങ്കിൽ മാത്രമേ അവരെ വിവാഹം ചെയ്യാൻ അനുവാദമുള്ളൂ എന്നാണ് ഇദാ ഖലൗ മിൻഹുന്ന വത്റൻ എന്നതിൻ്റെ അർത്ഥമെന്ന് ഇമാം തൊബരി ഇവിടെ പറഞ്ഞതും ഓർക്കുക. അന്യൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ പരിശ്രമിക്കാമെന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇടം നൽകുന്ന രൂപത്തിൽ പോലും ഒന്നും ആയത്തിലില്ലെന്നർത്ഥം. മേൽ പറഞ്ഞവയ്ക്ക് പുറമെ ഒരുപാട് നിയമങ്ങൾ ഈ വിവാഹത്തിലൂടെ സമൂഹത്തിന് നൽകുവാൻ അള്ളാഹുവിൻ്റെ നിശ്ചയമുണ്ട്. സന്ദർഭമനുസരിച്ച് അതിനായുള്ള വചനങ്ങൾ ഓരോന്നായി അവതരിപ്പിക്കുകയായിരുന്നു. സദ്യ കഴിഞ്ഞ് പിരിഞ്ഞു പോകാതെ തിരുഭവനത്തിൽ വർത്തമാനം പറഞ്ഞിരുന്ന ആളുകളെ ഉപദേശിച്ചുകൊണ്ട് തിരുഭവനത്തിലെ പെരുമാറ്റ ചട്ടങ്ങളടങ്ങുന്ന ആയത്തുൽ ഹിജാബ് അവതരിച്ചു. ആളുകൾ പരസ്പര മര്യാദ പുലർത്തുന്ന ഉത്തമ സംസ്കാരം സ്വീകരിക്കണമെന്ന പാഠം കൂടിയായിരുന്നു അത്. വർത്തമാനക്കാരുടെ സാന്നിധ്യം കാരണം തൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കാൻ ലജ്ജിച്ച് നിൽക്കുകയായിരുന്നു തിരുനബി. വിവാഹത്തിന് സദ്യ നൽകി സന്തോഷിപ്പിക്കണമെന്ന ആചാരമര്യാദയും ഈ വിവാഹത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടു. രക്തബന്ധുത്വത്തിൻ്റെ ഉയർന്ന വിലയും നിലയും ഏവർക്കും ബോധ്യമായി. സൈനബ് കൂടി ആഗ്രഹിച്ച ആ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടെ ആ ദാമ്പത്യം മുന്നോട്ട് പോയി. നിങ്ങളെയൊക്കെ നിങ്ങളുടെ കുടുംബക്കാരാണ് കെട്ടിച്ചതെങ്കിൽ എന്നെ അള്ളാഹുവാണ് വിവാഹം ചെയ്ത് നൽകിയത് എന്ന് അവർ പറയാറുമുണ്ടായിരുന്നു. ഹിജ്റ 5-ാം വർഷം മഹദിയുടെ 35-ാം വയസ്സിലാണ് ഈ വിവാഹം. തികഞ്ഞ ഭക്തയും ധർമ്മിഷ്ഠയുമായിരുന്നു അവർ. ഒരിക്കൽ ഉമറിൻ്റെ കൂടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു. അതുകണ്ട് തിരുമേനി ഇന്നഹാല അവ്വാഹ എന്ന് പ്രതികരിക്കുകയുണ്ടായി. കൈവേലകൾ ചെയ്ത് സമ്പാദിക്കുന്ന പണം മുഴുവനും അവർ ധർമ്മം ചെയ്തിരുന്നു. 11 ഹദീസുകൾ അവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഭർത്താവ് മരിച്ചാൽ ആചരിക്കുന്ന ഇദ്ദയിൽ ഇഹ്ദാദ് പാലിക്കണമെന്ന ഹദീസ് അവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതാണ്. അമിത രക്തസ്രാവമുള്ള സ്ത്രീയുടെ നിസ്കാരത്തിൻ്റെ വിശദ രൂപവും അവർ വിശദീകരിക്കുന്നു. വർഷങ്ങളായി സമൂഹത്തിൽ വേരുറച്ചുപോയ ദുരാചാരം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ജനങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് ചെവി കൊടുക്കാതെ അള്ളാഹുവിനും റസൂലിനുമൊപ്പം അവർ നിന്നു എന്നത് തന്നെ അവരുടെ ഏറ്റവും വലിയ ജീവിത ദൗത്യമാണ്. 50-ാമത്തെ വയസ്സിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്താണ് ആ ജീവിതം അവസാനിക്കുന്നത്. 8. സൈനബ് ബിൻത്ത് ഹുസൈമ സ്നേഹം ബാക്കിയാക്കി. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ അബ്ദുല്ലാഹിബ്നു ജഹ്ഷിൻ്റെ വിധവയായിരുന്നു സൈനബ് ബിൻത്ത് ഹുസൈമ. ജാഹിലിയ കാലം മുതലേ ഭക്ഷണമുണ്ടാക്കി പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ശീലമുണ്ടായതിനാൽ ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെട്ടു. ഭർത്താവിൻ്റെ വിയോഗത്തിൽ ദുഃഖിതയായ അവരെ തിരുനബി വിവാഹം അന്വേഷിച്ചു. നബിയോട് തന്നെ വേണ്ട തീരുമാനമെടുക്കാനായിരുന്നു അവർ പറഞ്ഞത്. തുടർന്ന് തിരുനബി അവരെ വിവാഹം ചെയ്തു. 2-3 മാസം മാത്രമാണ് ആ ജീവിതം നീണ്ടത്. അവിടുത്തെ ജീവിതകാലത്ത് തന്നെ സൈനബ് വഫാത്തായി. ഖദീജയ്ക്ക് പുറമെ നബിയുടെ ജീവിതകാലത്ത് വഫാത്തായ ഏക പത്നിയും അവർ മാത്രമാണ്. 9. ബീവി ജുവൈരിയ അനുഗ്രഹവർഷം. ചുറ്റിനുമുള്ള 100 കണക്കിന് ഗോത്രങ്ങളുമായും സഖ്യസേനകളുമായും നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്ന വിശ്രമരഹിത ജീവിതമായിരുന്നുവല്ലോ മദീനയിൽ തിരുനബിക്കുണ്ടായിരുന്നത്. സത്യദീനിനു വിലങ്ങുതടിയായി നിൽക്കുന്ന സൈന്യങ്ങളെ ഒതുക്കി വിശുദ്ധ ദീനിൻ്റെ നീതി സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്ന ഈ മഹാദൗത്യത്തിൽ അത്യധികം അനുഗ്രഹമായി തീർന്ന ഒരു വിവാഹമായിരുന്നു ബീവി ജുവൈരിയയും നബിയും തമ്മിലുള്ള വിവാഹം. ഒരു വലിയ നയതന്ത്ര ദൗത്യമായി അള്ളാഹു ഒരുക്കിയ വിവാഹം. ബനുൽ മുസ്തലഖ് ഗോത്രത്തിൻ്റെ മുഖ്യനാണ് ഹാരിസ് ബിൻ അബീ ദിറാർ. അയാൾ തൻ്റെ ഗോത്രക്കാരെയും ആവുന്നത്ര മറ്റു ശത്രുക്കളെയും കൂട്ടി വലിയ സൈന്യമുണ്ടാക്കി മദീനയെ ആക്രമിക്കാൻ കോപ്പുകൂട്ടി. ഈ വിവരമറിഞ്ഞ തിരുമേനി അവർക്കെതിരെ സൈനിക നീക്കം നടത്തി. ഒരൊറ്റ ശരീരം പോലെ മുസ്ലിം സേന ശത്രു സൈന്യത്തിന് നേരെ ചാടി വീഴുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ സ്വാഭാവിക നിയമപ്രകാരം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ബന്ദികളായി പിടിക്കപ്പെട്ടു. കൂട്ടത്തിൽ ഗോത്രമുഖ്യൻ ഹാരിസിൻ്റെ മകൾ ജുവൈരിയയുമുണ്ട്. ജുവൈരിയയുടെ ഭർത്താവ് മുസാഫിഹ് ബിൻ സഫ്വാൻ ഈ സംഘർഷത്തിൽ വധിക്കപ്പെട്ടിരുന്നു.
യുദ്ധാനന്തരം സ്വത്ത് വീതം വപ്പ് നടന്നപ്പോൾ ജുവേരിയ ഖൈസുബിന് സാബിത്ത് എന്നയാളുടെ വിഹിതത്തിലാണ് പെട്ടത്. ബനുൽ മുസ്തലിഖിലെ രാജകുമാരി ഒരു സാധാരണക്കാരൻ്റെ ബന്ദിയാകുന്നതിലെ അനൗചിത്യം അവരിൽ തന്നെ ചർച്ചയായിരുന്നു. ബീവി തന്നെയും താൻ തിരുമേനിയുടെ സ്വന്തമാകുമെന്ന ആഗ്രഹത്തിലുമായിരുന്നു. അവർ തന്നെ പറയട്ടെ, നബിയുടെ ആഗമനത്തിന് 3 നാൾ മുമ്പ് ചന്ദ്രൻ യഥ്രിബിൽ നിന്ന് സഞ്ചരിച്ച് എൻ്റെ മടിയിൽ വന്ന് വീഴുന്നതായി ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു. ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞങ്ങൾ ബന്ധികളായി പിടികൂടപ്പെട്ടപ്പോൾ എൻ്റെ സ്വപ്നം പുലർന്നു കാണാൻ ഞാൻ ആഗ്രഹിച്ചു. വിമർശകർ ഉന്നയിക്കുന്നത് പോലെ യുദ്ധത്തിൽ പിടികൂടി കൊണ്ടുവന്ന് ബലാത്കാരമായി നടത്തിയ ഒരു വിവാഹമൊന്നുമല്ല അത്. യുദ്ധനീതി പ്രകാരം അടിമസ്ത്രീയായി തന്നെ അവരെ സ്വന്തമാക്കി വെക്കാൻ സാധിക്കുമായിരുന്നിട്ടും അതിന് നബി തങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം. ഏതായാലും ജുവേരിയ ഖൈസുബിന് സാബിത്തുമായി മോചന കരാറിൽ ഏർപ്പെട്ടു. മോചന ദ്രവ്യം നൽകുന്നതിൽ തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടാൻ ജുവേരിയ തിരുനബിയെ കാണാനെത്തി. ആയിഷ ബീവിയോട് സമ്മതം ചോദിച്ചപ്പോൾ തന്നെ അവർ ബീവിയുടെ ശാലീനതയും സൗന്ദര്യവും ശ്രദ്ധിച്ചിരുന്നു. തിരുനബി അവരെ വിവാഹം ചെയ്തേക്കാമെന്ന് അവരൊന്ന് ആത്മഗതം ചെയ്തു. സഹജമായ സ്ത്രീ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ചിന്ത മാത്രമാണത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രമേ തിരുമേനിയിൽ നിന്ന് സംഭവിക്കുന്നുള്ളൂവെന്ന് അവർ തന്നെ വ്യക്തമായി മൊഴിഞ്ഞിട്ടുമുണ്ട്. ഏതായാലും തിരുനബിയെ സമീപിക്കാൻ അവർ അനുവാദം നൽകി. യുദ്ധമുതലുകൾ വീതം വെക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് അവരെ കണ്ടിട്ടുമുണ്ടാകും. തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജുവേരിയയോട് സഹായിക്കാമെന്നും അതിലും നല്ലത് നൽകട്ടെ എന്ന് അവിടുന്ന് ചോദിക്കുകയും ചെയ്തു. മോചനം ചെയ്ത് ഞാൻ വിവാഹം കഴിക്കാമെന്ന നബിയുടെ വാഗ്ദാനം അവർക്ക് അത്യധികം ആഹ്ലാദമുണ്ടാക്കി. ഞാനത് സമ്മതിച്ചുവെന്ന് വ്യക്തമായി അവരറിയിച്ചു. നടപടി പൂർത്തിയാക്കി തിരുമേനി അവരെ വിവാഹം ചെയ്തു. വിവാഹ വാർത്ത അറിഞ്ഞതോടെ ബനുൽ മുസ്തലിഖുകാരെ ബന്ദികളായി പിടിച്ചവരെല്ലാം അവരെ വിട്ടയച്ചു. നബിയുടെ ഭാര്യാബന്ധുക്കൾ തങ്ങളുടെ കീഴിലിരിക്കുന്നത് ഒട്ടും ആശാസ്യമല്ലെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ആ ഗോത്രവുമായി മികച്ച ബന്ധമുണ്ടാകുന്നതിനും സത്യദീൻ അവരിൽ പ്രചരിക്കുന്നതിനുമുള്ള വലിയൊരു നയതന്ത്ര മാർഗമായി ആ വിവാഹം മാറി. ആയിഷ ബീവി തന്നെ പിന്നീട് ഇക്കാര്യം തൻ്റെ ഗോത്രത്തിന് ഇത്രത്തോളം അനുഗ്രഹമായ മറ്റൊരു സ്ത്രീയെയും തനിക്കറിയില്ലെന്ന് അയവിറക്കുന്നുണ്ട്. യുദ്ധാനന്തരം മുറൈസീഹ് എന്ന സ്ഥലത്ത് വച്ചാണ് വിവാഹവും മറ്റു സംഭവങ്ങളും നടക്കുന്നത്. മുസ്ലിം സേനയെ താൻ ആദ്യം കണ്ടപ്പോൾ അത്യധികം വലിയ സേനയായി അനുഭവപ്പെട്ടുവെന്നും മദീനയിലേക്ക് മടങ്ങുമ്പോഴാണ് യഥാർത്ഥ വലുപ്പം മനസ്സിലായതെന്നും മുശ്രിക്കുകളുടെ ഹൃദയത്തിൽ അള്ളാഹു പേടിയിട്ട് കൊടുത്തതാണ് അതെന്നും ബീവി തന്നെ ഓർമ്മിക്കുന്നുണ്ട്. അവർ മുസ്ലിമായതും അവിടെ വെച്ചു തന്നെ. മദീനയിലെത്തിയ ശേഷം മോചന ദ്രവ്യവുമായി പിതാവ് ഹാരിസ് കുറേ ഒട്ടകങ്ങളുമായി മദീനയിലേക്ക് പുറപ്പെട്ടിരുന്നു. അഖീഖ് എന്ന ഇടത്തിലെത്തിയപ്പോൾ കൂട്ടത്തിലെ 2 മുന്തിയ ഒട്ടകങ്ങളെ ഒരു മലഞ്ചെരുവിൽ നിർത്തി ബാക്കിയുള്ളവുമായി തിരുസന്നിധിയിലെത്തി ഈ ഒട്ടകങ്ങളെ സ്വീകരിച്ച് മകളെ വിട്ടുതരണമെന്ന് നബിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ആരോരും കാണാതെ മാറ്റി നിർത്തിയ ആ 2 ഒട്ടകങ്ങൾ എവിടെയെന്ന് തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു. ഈ വിവരമറിഞ്ഞ തിരുമേനി പ്രവാചകൻ തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാവുകയും ചെയ്തു. തുടർന്ന് ജുവേരിയെ കണ്ട് തൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ തിരഞ്ഞെടുത്തു എന്നാണ് മറുപടി നൽകിയത്. പിതാവിനും അത് സ്വീകാര്യമായിരുന്നു. സുതാര്യമായി ബീവി ജുവേരിയയുടെ പരിപൂർണ ഇഷ്ടത്തിൽ നടന്ന ഈ വിവാഹത്തെ തറവർത്തമാനങ്ങളിലൂടെ അശ്ലീലമായി അവതരിപ്പിക്കുന്നവർ ഇതൊക്കെ കാണാതെ പോവുകയാണ്. നിലവിൽ 7 ഭാര്യമാരോളം ഉണ്ടെന്നറിഞ്ഞിട്ടും ബീവി സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത വിവാഹത്തിന് അവർക്കില്ലാത്ത കല്ലുകടി എന്തിനാണ് മറ്റുള്ളവർക്ക്? 7 ഹദീസുകളാണ് അവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. പലവിധ വിജ്ഞാനങ്ങൾ അവയിലുണ്ട്. തിരുനബിയുടെ വഫാത്തിന് ശേഷം 60-ാം വയസ്സിൽ ഹിജ്റ 45-ലാണ് അവർ വഫാത്താകുന്നത്. 20-ാം വയസ്സിലായിരുന്നു വിവാഹം. 10. സൊഫിയ ബീവി, ഒരു മനോഹരമായ പ്രണയകഥ. കാത്തുകാത്തിരുന്ന് തിരുനബിയെ വിവാഹം ചെയ്ത് തിരുനബിയുടെ വഫാത്ത് വരെ മനോഹരമായി പ്രണയിച്ച വിവാഹകഥയാണ് ബീവി സൊഫിയയുടേത്. പറയാം. ബനൂ നളീർ ജൂത ഗോത്രത്തിൻ്റെ തലവനാണ് സൊഫിയയുടെ പിതാവ് ഹുയയ്യ് ഇബ്നു അഖ്തബ്. തിരുനബിയോടും മദീനയോടും കടുത്ത ശത്രുതയാണ് അയാൾക്ക്. മദീനയെ അസ്ഥിരപ്പെടുത്താൻ നിരന്തരം ആക്രമണങ്ങൾക്ക് കൂപ്പുകൂട്ടുകയും സഹകരണ കരാർ ലംഘിക്കുകയും ചെയ്ത ബനൂ നളീറിനെ മദീനയിൽ നിന്നും നാടുകടത്തിയാണ് മദീനയ്ക്ക് നബി സുരക്ഷിതത്വം ഒരുക്കിയത്. നാടുകടത്തപ്പെട്ട് ചിതറിപ്പോയ അവരിൽ ചിലർ ഖൈബറിലാണ് താമസമാക്കിയത്. ഗോത്രമുഖ്യൻ ഹുയയ്യും ആ കൂട്ടത്തിലുണ്ട്. അന്ന് ചെറിയ കുട്ടിയാണ് മകൾ സൊഫിയ. ഖൈബറിലെത്തിയിട്ടും ഹുയയ്യിൻ്റെ ക്ഷുദ്രവേലകൾ അവസാനിച്ചില്ല. നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മറ്റൊരു ജൂതഗോത്രമായ ബനൂ ഖുറൈളയെ സമീപിച്ച് നിരന്തരം കരാർ ലംഘനത്തിന് അയാൾ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതര അറബ് ഗോത്രങ്ങളുമായും ബന്ധപ്പെട്ട് യുദ്ധത്തിന് കോപ്പുകൂട്ടിക്കൊണ്ടിരുന്നു. ഭീമൻ സഖ്യസേനയായി വന്ന അഹ്സാബ് യുദ്ധത്തിൽ
ശത്രു സൈന്യങ്ങളെ ഒരുമിപ്പിക്കുന്നതിൽ അയാളുടെ പങ്ക് വളരെ വലുതായിരുന്നു. മദീനയിലെ സ്വൈരവും സമാധാനപൂർവവുമായ ജീവിതത്തിന് നിരന്തരം തടസ്സം സൃഷ്ടിച്ചു അയാൾ. തിരുമേനിയുടെ പ്രവാചകത്വം ബോധ്യപ്പെട്ടിട്ടും അയാൾ ഈ നടപടി തുടർന്നു. സൊഫിയ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. അവർ പറയുന്നു, വാഗ്ദത്ത പ്രവാചകൻ തന്നെയാണോ ഇദ്ദേഹം എന്ന് തിരിച്ചറിയാൻ ഒരിക്കൽ പിതാവും അമ്മാവനും മദീനയിൽ പോവുകയും ഒരു സൂര്യാസ്തമയ സമയത്ത് തിരിച്ചു വരികയും ചെയ്തു. ക്ഷീണിച്ചവശരായി തളർന്നു പോയവരെ പോലെയാണ് അവർ വന്നത്. കാലുകൾ വെച്ചും സാവകാശത്തിൽ നടന്നെത്തിയ അവരെ സ്വീകരിക്കാൻ ഞാൻ ചെന്നെങ്കിലും അവർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. കടുത്ത വിഷമത്തിലാണ് അവർ. അമ്മാവൻ പിതാവിനോട് ഇങ്ങനെ ചോദിക്കുന്നു, അത് പ്രവാചകൻ തന്നെയാണല്ലേ? പിതാവിൻ്റെ മറുപടി, അതെ, അള്ളാഹുവാണ് സത്യം. നിനക്ക് വ്യക്തമായി അറിയാമോ? ഉറപ്പാണോ? അമ്മാവൻ ചോദിച്ചു. അതെ എന്ന് വീണ്ടും മറുപടി. എന്നിട്ടിപ്പോൾ എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് മറുപടി, ജീവിക്കുന്ന കാലം ശത്രുത തുടരുമെന്നായിരുന്നു. സൊഫിയക്ക് ആ മറുപടി അത്ര രസിച്ചില്ല. സത്യപ്രവാചകനെതിരെ അവർ ബോധപൂർവം ശത്രുത വെക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ആയിടെ സൊഫിയയുടെ പുനർവിവാഹവും നടന്നു. കിനാനത്താണ് ഭർത്താവ്. ഒരിക്കൽ കിനാനയോട് അവർ ഇങ്ങനെ പറഞ്ഞു, യസ്രിബിൽ നിന്നും ഉദിച്ചുയർന്ന ഒരു ചന്ദ്രൻ എൻ്റെ മടിത്തട്ടിൽ വീഴുന്നത് ഞാൻ കണ്ടു. അത് കേട്ട് ദേഷ്യം പിടിച്ച കിനാന, നിനക്ക് മദീനയിലെ രാജാവിൻ്റെ പത്നിയാകാൻ കൊതിയുണ്ടല്ലേ എന്ന് ചോദിച്ച് അവരുടെ മുഖത്തടിച്ചു. അതൊരു ശക്തമായ പാടായി അവശേഷിച്ചു. പക്ഷേ സൊഫിയ ആ ചന്ദ്രനെത്തുന്നതും കാത്തിരുന്നു. ഖൈബറിലെ തൻ്റെ സമൂഹം മദീനയ്ക്കെതിരെ പടയൊരുക്കം നടത്തുന്നത് അവർ തിരിച്ചറിഞ്ഞു. അവരുടെ മനസ്സിലാണെങ്കിൽ നബിയോടുള്ള ഇഷ്ടം നിറയുകയും ചെയ്തു. പിതാവ് ഹുയൈൻ്റെ ശക്തമായ ശത്രു നീക്കത്തെ തുടർന്ന് ബനൂ ഖുറൈള ഒന്നടങ്കം കരാർ ലംഘിച്ച് തിരുമേനിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അതിന് തക്കതായ ശിക്ഷ അവർ ഏറ്റുവാങ്ങി. ഒരു നിലക്കും സമരസപ്പെടാൻ തയ്യാറാകാത്തതിനാൽ പുരുഷന്മാരെയെല്ലാം കഴുത്തുവെട്ടി കുഴികളിലേക്ക് തള്ളിവിടുകയായിരുന്നു. സൂത്രധാരൻ പിതാവും അക്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടു. ബന്ധിതനായി വധശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി കുഴിവക്കിൽ നിൽക്കുമ്പോഴും ധിക്കാരമാണ് അയാൾ പറഞ്ഞത്. വിവരമറിഞ്ഞിട്ടും തിരുനബിയോടുള്ള പ്രണയത്തിൽ സഫിയക്ക് ഒട്ടും കുറവുണ്ടായില്ല. കാരണം അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് പിതാവിന് കിട്ടിയിരിക്കുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അധികം വൈകാതെ തിരുനബിയുടെ നേതൃത്വത്തിൽ ഖൈബറിന് നേരെ പടനീക്കം നടന്നു. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഖൈബറിലെ കോട്ടകൾ ഓരോന്നായി വീണു. സഫിയയുടെ പുതുമണവാളൻ കിനാനയും വധിക്കപ്പെട്ടു. മനപ്പൊരുത്തമില്ലാത്തതിനാൽ തന്നെ ദാമ്പത്യ ജീവിതമൊന്നും അവർ തുടങ്ങിയിരുന്നില്ല. യുദ്ധാനന്തരം പിടിക്കപ്പെട്ട ബന്ദിസ്ത്രീകളിൽ ഒരാളായി 17കാരി സഫിയയും ഉണ്ടായിരുന്നു. ആശ്വസിപ്പിക്കാൻ അവരുടെ അടുത്തേക്ക് വന്ന തിരുനബിയോട് അവരൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. വല്ല ജൂതന്മാരും ആ കാഴ്ച കണ്ട് പ്രിയതമനെ അപായപ്പെടുത്തിയേക്കുമോ എന്ന ഭയമായിരുന്നു അവർക്ക്. സ്വപ്നത്തിൽ കണ്ട പോലെ അവർക്ക് നബിയെ മതിയായിരുന്നു. ഭർത്താവും പിതാവും ന്യായമായ കാര്യങ്ങളാൽ കൊല്ലപ്പെട്ടതൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല. ബീബിയുടെ മനസ്സിൽ ആഗ്രഹമെമ്പാടുമുണ്ടെങ്കിലും തിരുമേനി ഒന്നും പറഞ്ഞിരുന്നില്ല. തടവുകാരിൽ ഒരാളെ വിവാഹം കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ ദിഹ്യത്തുൽ കൽബി എന്ന സ്വഹാബിയോട് തിരുമേനി ആ സമയത്ത് ആവശ്യപ്പെട്ടു. അദ്ദേഹം സൊഫിയയെയാണ് തിരഞ്ഞെടുത്തത്. അക്കാര്യം ആളുകളിൽ മുറുമുറുപ്പുണ്ടാക്കി. ഖൈബറിലെ രാജകുമാരിയെ ഒരു സാധാരണക്കാരൻ സ്വീകരിക്കുകയോ എന്നതായിരുന്നു വിഷയം. അവർ നബിയോട് വിഷയം പറഞ്ഞു. സൊഫിയയോട് തന്നെ ചോദിക്കാം എന്നായി നബിയുടെ തീരുമാനം. അങ്ങനെ ബീവി കാത്തിരുന്ന ആ നിമിഷമെത്തി. തിരുമേനി അവരോട് ചോദിച്ചു, ഒന്നുകിൽ ഞാൻ മോചിപ്പിച്ച് എൻ്റെ പത്നിയാക്കാം, അല്ലെങ്കിൽ തിരിച്ചു ചെന്ന് കുടുംബത്തോട് ചേരാം. ബീവിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കാനുണ്ടായിരുന്നില്ല. തിരുമേനിയുടെ പത്നിയായാൽ മതിയെന്നറിയിച്ചു. യുദ്ധം കഴിഞ്ഞ് സഹബ എന്ന സ്ഥലത്തെത്തിയപ്പോൾ തന്നെ സമംഗളം ആ വിവാഹം നടന്നു. ആ സമയത്ത് തന്നെ മുഖത്തെ പാട് എന്താണെന്ന് ചോദിച്ച തിരുനബിയോട് തൻ്റെ മനോഹരമായ സ്വപ്നകഥ അവർ വിവരിക്കുകയും ചെയ്തു. പ്രണയ സാഫല്യത്തിൽ ബീവി ഏറെ സന്തോഷിച്ചു. അവരിരുവരും പൂർണ്ണ തൃപ്തിയിലും പരസ്പര വിശ്വാസത്തിലുമായി ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി. വിവാഹനാളിൽ ഒരുപക്ഷെ തന്ത്രപൂർവ്വം നബിയെ അപായപ്പെടുത്താൻ സൊഫിയ ശ്രമിക്കുകയാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നി. ഈ ഭയത്താലാണ് അബു അയ്യൂബുൽ അൻസാരി അവരുടെ താമസ സ്ഥലത്തിന് പുറത്ത് ഊരിപ്പിടിച്ച വാളുമായി കാവൽ നിന്നത്. ഇതറിഞ്ഞ് തിരുമേനി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ബീവിയെ അവിടുത്തേക്ക് ഒട്ടും സംശയമില്ലായിരുന്നു. ഈ മനോഹര പ്രണയ വിവാഹത്തെ കടുത്ത അധിക്ഷേപങ്ങൾ കൊണ്ട് വിമർശിക്കുന്നവരുണ്ട്. യുദ്ധ ദിവസം ഭർത്താവും പിതാവും കൊല്ലപ്പെട്ട പെണ്ണിനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്ന് പുറത്ത് കാവൽ നിർത്തി ബലാത്സംഗം ചെയ്തു എന്നുവരെ നിർലജ്ജം തട്ടിവിടുകയാണവർ. കാത്തുകാത്തിരുന്ന് നബിയെ സ്വന്തമാക്കിയ ബീവിയുടെ കഥ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണവർ.
അവരുടെ ജീവിതത്തിലെ പ്രണയ ചിത്രങ്ങൾ ഇനിയും എമ്പാടുമുണ്ട്. ഹജ്ജത്തുൽ വദാഇൽ ബീവിയുടെ പക്കൽ നിന്നും അനിഷ്ടകരമായ ഒരു പെരുമാറ്റമുണ്ടായി. അന്ന് ഇടത്താവളമാക്കാൻ കരുതാത്ത ഇടത്ത് എല്ലാവരും താമസിക്കേണ്ടി വന്നു. ബീവിയുടെ ഒട്ടകത്തിന് പരിക്കു പറ്റിയതാണ് കാരണം. പക്ഷേ അവർ കരഞ്ഞ് ബഹളം വെക്കുകയും മറ്റും ചെയ്തു. തിരുനബി കൈകൾ കൊണ്ട് കണ്ണീർ തുടച്ചെങ്കിലും ഒച്ച വച്ചതിനാൽ തൽക്കാലം എല്ലാവരോടും യാത്ര നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. അന്ന് തിരുമേനിയുടെ കൂടെ സുഫിയ കഴിയേണ്ട ദിവസമാണ്. പക്ഷേ പെരുമാറ്റത്തിൽ തിരുമേനിക്ക് അനിഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാൽ തൻ്റെ ആ ദിവസം ആയിഷ ബീവിക്ക് നൽകുകയും തിരുമേനിയെ തന്നെപ്പറ്റി തൃപ്തിപ്പെടുത്തണമെന്ന് നിബന്ധന വെക്കുകയും ചെയ്തു. ഒരു ചെറിയ അനിഷ്ടം പോലും ബാക്കി വെക്കരുതെന്ന ബീവിയുടെ കടുത്ത നിർബന്ധമായിരുന്നല്ലോ അത്. പിറ്റേ ദിവസം ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ ബീവിയെ സഹായിക്കാൻ സൈനബ് ബിൻത്ത് ജഹ്ഷിനോട് പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ പ്രതികരണത്തിൽ അങ്ങയുടെ യഹൂദി പെണ്ണിനോ എന്ന് അവർ ചോദിക്കുകയുണ്ടായി. പക്ഷേ ആ വാക്ക് തിരുമേനിക്ക് വലിയ വേദനയുണ്ടാക്കി. വിശ്വാസിനിയായ സൊഫിയയെ അങ്ങനെ ആക്ഷേപിച്ചത് തിരുമേനിക്ക് അസഹനീയമായി തോന്നി. ഹജ്ജ് കഴിഞ്ഞും തുടർന്നും കുറേ നാളുകൾ സൈനബിനോട് അവിടുന്ന് സംസാരം പോലും ഉപേക്ഷിച്ചു. കാര്യത്തിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്താനായിരുന്നു അത്. ആ സ്നേഹജീവിതം നബിയുടെ വഫാത്ത് വരെയും തുടർന്നു. സുഫിയയുടെ ആത്മാർത്ഥ സ്നേഹം തിരുനബിയും മനസ്സിലാക്കിയിരുന്നു. തിരുനബിയുടെ അന്ത്യസമയത്തെ രോഗാവസ്ഥയിൽ അവിടുത്തെ പത്നിമാർ ചുറ്റും കൂടിയിരിക്കുകയാണ്. കൂട്ടത്തിൽ സൊഫിയയുമുണ്ട്. രോഗാതുരനായി കിടക്കുന്ന നബിയെ കണ്ട് സഹിക്കവയ്യാതെ ബീവി ഇങ്ങനെ പറഞ്ഞു, ഈ കിടത്തം ഞാനായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. ഇത് കേട്ട് മറ്റു പത്നിമാർ അവരെ നോക്കി കയ്യും കണ്ണും കാണിച്ചു. ഈ കാഴ്ച കണ്ട തിരുമേനി അവരോട് കണ്ണും കയ്യും അടക്കി വെച്ചോളൂ, തീർച്ചയായും സൊഫിയ പറഞ്ഞതിൽ അവർ സത്യസന്ധയാണ് എന്ന് പറഞ്ഞു. ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലും അവർ ഇരുവരും തമ്മിലെ സ്നേഹപ്രപഞ്ചം എത്ര വലുതായിരുന്നു എന്നതിന് ഇതിൽ പരം എന്തു തെളിവ് വേണം? ഈ ജീവിതത്തെ എങ്ങനെയാണ് കേവലം ലൈംഗിക അടിമത്തമായും ഗോത്രാചാരമായും വിലയിരുത്തുകയെന്ന് വിമർശകർ തന്നെ പറയട്ടെ. പ്രവാചക ഭവനത്തിൽ തൻ്റെതായ ധർമ്മം നിർവഹിച്ചു പോന്ന ബീവി 10 ഹദീസുകളാണ് അവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ചോദിച്ചു വരുന്നവർക്ക് വിജ്ഞാനവും ഫത്വയും നൽകി അവർ കഴിഞ്ഞു. സ്ത്രീ സംബന്ധമായ പല വിവരങ്ങളും അവരിൽ നിന്ന് ലഭിച്ചവയിലുണ്ട്. ഹിജ്റ 50 മുആവിയയുടെ ഭരണകാലത്താണ് ആ ജീവിതം അവസാനിച്ചത്. 11 മൈമൂന ബീവി മോഹം പൂവണിഞ്ഞു. ഹുദൈബിയയിലെ കരാർ പ്രകാരം ഉംറ നിർവഹിച്ചു കഴിഞ്ഞ ഉടനെയാണ് ബീബി മൈമൂനയുമായുള്ള വിവാഹം നടക്കുന്നത്. തിരുമേനിയുടെ പിതൃ സഹോദരി അബ്ബാസിൻ്റെ പത്നി ഉമ്മുൽ ഫളിൽ ബീബി അവരുടെ സഹോദരിയാണ്. ജഅഫർ ബിൻ അബി ത്വാലിബ്, അബൂബക്കർ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും എന്നിവരുടെയും ഇണയായിരുന്ന അസ്മാ ബിൻത്ത് ഉമൈസ് എന്നവരും ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പത്നി സൽമയും ബീവിയുടെ സഹോദരിമാർ തന്നെ. തിരുമേനിയുമായി ബീവിയെ ബന്ധപ്പെടുത്തുന്ന വേറെയും ബന്ധങ്ങളുണ്ട്. ഉംറ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അബൂറുഹം എന്ന ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന മൈമൂനയ്ക്ക് നബിയുടെ ഇണയാകാനും ഉമ്മുൽ മുഅ്മിനീൻ പദവിയിലെത്താനും മോഹമുണ്ടായത്. നബിയുടെ പിതൃവ്യൻ അബ്ബാസ് തന്നെ വിഷയം പറയട്ടെ എന്ന് കരുതി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. മക്കയുടെ പുറത്ത് സെരിഫ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ കാര്യങ്ങളറിഞ്ഞ തിരുമേനി വിവാഹക്കാരൻ മൈമൂനയോട് പറയാൻ ആളെ വിട്ടു. അനുകൂല തീരുമാനത്തിന് വേണ്ടി അങ്ങേയറ്റം കൊതിയോടെ കാത്തിരുന്ന അവർക്ക് വിവരം എത്തുന്നത് അവർ ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ്. സന്തോഷാധിക്യത്താൽ അവരിങ്ങനെ പറഞ്ഞു, ഈ ഒട്ടകവും അതിന് മുകളിലുള്ളതും തിരുദൂതർക്കുള്ളതാണ്. സെരിഫിൽ വെച്ചു തന്നെ വിവാഹം നടക്കുകയും കൂട്ടുജീവിതം ആരംഭിക്കുകയും ചെയ്തു. തിരുമേനി വിവാഹം ചെയ്തു കൂട്ടുജീവിതം നയിച്ചവരിൽ അവസാനത്തവരാണവർ. 13 ഹദീസുകളാണ് അവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരി പുത്രനും ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുകയും ചെയ്ത അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ പല കാര്യങ്ങളും പഠിപ്പിച്ചത് ബീവിയാണ്. ആർത്തവകാരികളോടുള്ള പെരുമാറ്റം, തിരുനബിയുടെ കുളിയുടെ രൂപം തുടങ്ങിയവയും അതല്ലാത്ത പൊതുവിഷയങ്ങളുമെല്ലാം അവരിൽ നിന്നും ലഭിച്ച വിജ്ഞാന ശേഖരത്തിലുണ്ട്. ഹിജ്റ 51 വർഷം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലത്താണ് ബീവിയുടെ മരണം. 12 നിർബന്ധങ്ങളില്ല, ഇഷ്ടങ്ങൾ മാത്രം. പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും തിരുനബി അങ്ങേയറ്റം സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടുമാണ് പത്നിമാരെല്ലാം കഴിഞ്ഞിരുന്നത്. തിരുമേനിയുടെ ജീവിതകാലത്തോ വഫാത്തിന് ശേഷമോ പത്നിമാർ ജീവിച്ച നീണ്ട വർഷങ്ങളിൽ ഒരിക്കൽ പോലുമോ അവരിൽ ഒരാളും ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചതായി ഒരാൾക്കും കാണിക്കാൻ സാധിക്കുകയില്ല.
കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ എമ്പാടും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് മറ്റാരെയെങ്കിലും വിവാഹം കഴിക്കാൻ പാടില്ല. മക്കളോ ഭർത്താവോ ഇല്ലാതെയാണ് വർഷങ്ങളോളം അവർ ജീവിക്കുന്നത്. അവരെല്ലാവരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അഥവാ വിശ്വാസികളുടെ മാതാക്കൾ എന്ന ബഹുമാന്യ പദവിയിലാണ്. എന്നിട്ടും തിരുമേനിയെ തള്ളിപ്പറയാൻ ഒരു പത്നിയും മുതിർന്നിട്ടില്ല. ഒരു വാക്കുകൊണ്ടെങ്കിലും അവർ സത്യവിശ്വാസത്തെയോ തിരുമേനിയെയോ കുറച്ചു കാണിച്ചിട്ടില്ല. ഇതൊന്നും അറിയാതെ വിവാഹത്തിൽ പെട്ടുപോയ കുറേ സ്ത്രീകളെന്ന മട്ടിൽ അവരെ അവതരിപ്പിക്കുന്നവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ആഡംബരങ്ങളോ സുഖലോലുപതയോ ഒട്ടുമില്ലായിരുന്നു ആ തിരുജീവിതങ്ങളിൽ. ഒരിക്കൽ പത്നിമാരെല്ലാവരും ചേർന്ന് തങ്ങളുടെ ചെലവ് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉള്ളതെല്ലാം മറ്റുള്ളവർക്കും പങ്കുവെച്ച് ജീവിച്ചു പോരുന്ന തിരുമേനി ഈ ആവശ്യത്തിന് മുമ്പിൽ നിസ്സഹായനായി. പത്നിമാരെ ഒരു മാസക്കാലം സമീപിക്കുക പോലും ചെയ്തില്ല. അള്ളാഹു ഒരു തീരുമാനം പറയട്ടെ എന്നാണ് അവിടുന്ന് വിചാരിക്കുന്നത്. 29 ദിവസങ്ങൾക്ക് ശേഷം ജിബ്രീൽ വഹിയുമായി വന്ന് പത്നിമാർക്ക് തെരഞ്ഞെടുപ്പിനുള്ള അവകാശം നൽകാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നതായി അറിയിച്ചു. സൂറത്തുൽ അഹ്സാബിലെ 57-58 വചനങ്ങളാണിത്. ഒന്നുകിൽ പ്രയാസം സഹിച്ച് തിരുനബിയുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ ജീവനാംശം വാങ്ങി നല്ല നിലയിൽ പിരിഞ്ഞു പോകാം. തിരുനബി ആദ്യം തന്നെ ആയിഷ ബീവിയാണ് സമീപിച്ചത്. ധൃതി കൂട്ടരുതെന്നും മാതാപിതാക്കളോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്നും മുഖവുര നൽകി 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. കേട്ട മാത്രയിൽ ബീവിക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഇതിനാണോ ഞാൻ മാതാപിതാക്കളോട് ആലോചിക്കേണ്ടത്? ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. സംശയലേശമെന്നെ ബീവി അത് പ്രഖ്യാപിച്ചു. തുടർന്ന് മറ്റു പത്നിമാരും അതേ നിലപാടെടുത്തു. ഏതെങ്കിലും തരത്തിൽ നിർബന്ധിതരായോ അതൃപ്തിയോടെയോ ആണ് അവർ കഴിഞ്ഞിരുന്നതെങ്കിൽ ഒരു എതിർവാക്കെങ്കിലും അവരിൽ നിന്നും വരേണ്ടതല്ലേ? ഇല്ല, ഒന്നുപോലും കാണിക്കാൻ ആർക്കുമാവില്ല. ബഹുത്വത്തിന് പിന്നിൽ മുമ്പ് വിവരിച്ചതിൽ നിന്ന് തന്നെ തിരുമേനിക്ക് ഒന്നിലധികം സഹധർമ്മിണിമാർ എന്നത് എത്രത്തോളം പ്രസക്തമാണെന്ന് വ്യക്തമാണ്. അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നുണ്ടെന്നും പ്രവാചകനാണെന്നും അവകാശപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ ഉള്ളും പുറവും ശുദ്ധമായിരുന്നുവെന്ന് സംശയാതീതമായി തെളിയുക കൂടി ചെയ്യുകയാണല്ലോ ഈ പത്നിമാരിലൂടെ. കേവലം കള്ളത്തരങ്ങളുടെ മേൽ പടുത്തുയർത്തപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു വിശുദ്ധ ഇസ്ലാമെങ്കിൽ കൂടെ ജീവിച്ച പത്നിമാർക്കെങ്കിലും അതിൽ സംശയം തോന്നുകയില്ലേ? ഒന്നല്ല 11 പേരുണ്ടായിട്ടും അവരിൽ ഒരാൾക്ക് പോലും ഒരു കാലത്തും ഒരു തരത്തിലും അവിശ്വാസം വന്നിട്ടില്ല. പുറത്തുള്ള തൻ്റെ അനുചര വൃന്ദത്തിന് അവിടുത്തെ സത്യസന്ധത ബോധ്യപ്പെട്ടതിൻ്റെ ഒരു നേർസാക്ഷ്യമായി അകത്തുള്ള പത്നിമാരുടെ ഈ അംഗീകാരം കൂടി മാറുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ കള്ളത്തരങ്ങളാണ് അവിടുത്തെ ജീവിതമെങ്കിൽ എല്ലാം അറിയുന്ന വീട്ടുകാർക്കെങ്കിലും അത് മനസ്സിലാകേണ്ടതായിരുന്നു. ഇത്രയധികം പത്നിമാർ ഉണ്ടായിരുന്നിട്ടും അവർക്കെല്ലാം തൻ്റെ സത്യസന്ധത ബോധ്യപ്പെട്ടുവെന്നത് പ്രവാചക സ്ഥിരീകരണത്തിൽ വലിയൊരു തെളിവ് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ മാറ്റിവെച്ചാൽ തന്നെയും ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന പ്രകൃതി തന്നെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ജീവിത പങ്കാളികളോടുള്ള സഹവർത്തിത്വത്തിലൂടെ ആശ്വാസം കൊള്ളലാണല്ലോ. തിരുമേനിയുടെ കാര്യത്തിലും അത് ഏറ്റവും പ്രസക്തമാണ്. ഒരു വഹയിൻ്റെ അവതരണം പോലും അസാധാരണമായ ഭാരമാണ്. നിരന്തര സംഘർഷങ്ങളും യുദ്ധങ്ങളും മറ്റു നടപടികളുമായി തിരക്കുകളുടെ മേൽ തിരക്കു മാത്രമുള്ള ആ ധന്യ ജീവിതത്തിന് ആശ്വാസം പകരുന്നതിൽ സഹധർമ്മിണിമാർ വലിയ പങ്കു തന്നെയാണ് വഹിക്കുന്നത്. ഒരു സാധാരണ വിശ്വാസിയേക്കാൾ 100 ഇരട്ടിയെങ്കിലും ചുമതല ഭാരമുള്ളതുകൊണ്ട് തന്നെ ഒന്നിലധികം പത്നിമാരുള്ളവർ പാലിക്കേണ്ടുന്ന കർശനമായ നിയമങ്ങളിൽ തിരുമേനിക്ക് ഇളവ് നൽകിയിരുന്നു. രാത്രികാലം നിർബന്ധമായും പത്നിമാർക്ക് ഊഴക്രമം അനുസരിച്ച് വീതം വെക്കണമെന്ന കർശന നിയമം അത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടതാണ്. പക്ഷേ ആ ഇളവ് അനുഭവിക്കാതെ നിർബന്ധപൂർവം പത്നിമാർക്ക് തൻ്റെ ദിവസങ്ങൾ അവിടുന്ന് വീതിച്ചു നൽകുകയാണ് ചെയ്തത്. മാത്രമല്ല, ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് അധിക സമയം ലഭിച്ചാൽ ആ സമയം മറ്റുള്ളവർക്കെല്ലാം അന്നു തന്നെ നൽകി അവർക്ക് ആശ്വാസം നൽകുമായിരുന്നു. ഒറ്റ ദിവസം തന്നെ 11 പത്നിമാരെ അവിടുന്ന് സമീപിച്ചിരുന്നു എന്ന ഹദീസ് അതാണ് സൂചിപ്പിക്കുന്നത്. ദിനേന 11 പത്നിമാരുമായി ലൈംഗിക വൃത്തിയിലേർപ്പെടുന്ന ഒരു കാമഭ്രാന്തനായി തിരുമേനിയെ ചിത്രീകരിക്കാനാണ് ഈ ഹദീസ് വിമർശകർ ഉപയോഗപ്പെടുത്തുന്നത് എന്നത് ദുഃഖകരമായ സത്യം. വഹയിൻ്റെ ഭാരം താങ്ങാൻ മാത്രം വലിയ കായിക ബലത്തോടെ സൃഷ്ടിക്കപ്പെട്ട തിരുമേനിയുടെ ശരീരത്തിൽ ഇതിലപ്പുറവുമുള്ള ലൈംഗിക ശേഷി ഉണ്ടാവുന്നതിൽ ആശ്ചര്യപ്പെടാനുമില്ല. അപൂർവം വ്യക്തികൾക്ക് അതുണ്ടാകുന്നതിന് ഇന്നത്തെ ജീവശാസ്ത്രം പോലും നിഷേധിക്കുന്നില്ലെന്നതും ശ്രദ്ധേയം. വിശ്വാസികൾക്ക് 4ഉം നബിക്ക് കണക്കില്ലാതെയും പത്നിമാരാകാം എന്ന് വിമർശിക്കുന്നവരും കഥയറിയാത്തവരാണ്. തിരുമേനിയുടെ വിവാഹങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു നിയന്ത്രണ നിയമം കൊണ്ടുവരുന്നത്. സുഭദ്രമായൊരു സമൂഹത്തിൽ വിവാഹത്തിൽ നിയന്ത്രണം ആവശ്യമാണെന്നതും ഒരു സമയം 4 പേരെന്നത് കർശനമായ നീതിയോടെ താങ്ങാവുന്ന
ഒരു പരിധിയാണെന്നതിനാലുമാണ് ആ നിയന്ത്രണം. പക്ഷേ ഉന്നതരിൽ ഉന്നതരായ തിരുമേനിയുമായി ജീവിതം പങ്കിട്ട വിശ്വാസികളുടെ മാതാവ് എന്ന മഹാപദവിയിലിരിക്കുന്ന എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും തിരുമേനിയെ മതിയെന്ന് തീരുമാനിച്ച അവരിൽ ആരെയാണ് ഒഴിവാക്കുക? അതെങ്ങനെ അവർ സഹിക്കും? ഒരു സ്ത്രീപക്ഷ വായന പോലും നടത്താതെയാണ് വിമർശകർ ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. ഇരിക്കട്ടെ, ഒന്നിലധികം ജീവിത പങ്കാളികളെന്നത് ലോകപ്രയാണത്തിൻ്റെ ഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഒരു മോശം നടപടി ആയിട്ടുമില്ല. പൗലോസ് എഴുതിയുണ്ടാക്കിയ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ക്രൈസ്തവ സഭ ലോകത്താദ്യമായി ഏകപത്നി വ്രതം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ബൈബിളിന് പോലും വിരുദ്ധമാണത്. കത്തോലിക്ക സഭയ്ക്ക് പ്രചാരമുള്ള ലോകരാജ്യങ്ങളിൽ സഭയ്ക്കകത്ത് പോലും പ്രായോഗിക പിന്തുണയില്ലെന്നത് ഇവിടെ എടുത്തു പറയേണ്ടതു തന്നെ. മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതി അനുസരിച്ച് ഒരു പങ്കാളി മാത്രമേ ഉണ്ടാകൂ എന്ന നിയമം പ്രകൃതി വിരുദ്ധമാണെന്നും പരസ്പര സമ്മതമുണ്ടെങ്കിൽ എത്രയെങ്കിലും പങ്കാളികളാവാം എന്നുമാണല്ലോ നിർമ്മതരം മുന്നോട്ട് വെക്കുന്ന ആശയം. ഇവരൊക്കെയാണ് ഒന്നിലധികം ജീവിത പങ്കാളികൾ ഉണ്ടായതിൻ്റെ പേരിൽ തിരുമേനിയെ വിമർശിക്കുന്നത് എന്നത് രസകരമായ വസ്തുത. വിവാഹം കഴിക്കുന്നതിൽ തിരുമേനിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം എടുത്തുമാറ്റിയെങ്കിലും കൂട്ടുജീവിതത്തിന് വേണ്ടി അവിടുന്ന് പിന്നീട് മറ്റാരെയും വിവാഹം കഴിച്ചിട്ടില്ല. വെറും ലൈംഗിക മോഹം ലക്ഷ്യമാക്കിയുള്ള ജീവിതമായിരുന്നുവെങ്കിൽ എത്രയോ വിവാഹങ്ങൾ ഇനിയും കഴിക്കാമായിരുന്നുവല്ലോ. തിരുജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക വൈകൃതങ്ങളിൽ അവിടുന്ന് ഉൾപ്പെട്ടതായി പ്രവാചകത്വത്തിന് മുമ്പുള്ള കാലത്തു നിന്നുപോലും അരവരി തെളിവ് ധരിക്കാൻ വിമർശകർക്കാവുന്നില്ലെന്നത് കാണാതെ പോകരുത്. പ്രത്യേകിച്ചും വ്യഭിചാരവും പെണ്ണുപിടിയുമെല്ലാം നിർബാധം നടന്നിരുന്ന സമയത്താണ് അവിടുന്ന് വളർന്നത് എന്നത് തിരുമേനിയുടെ ജീവിത വിശുദ്ധിക്ക് മാറ്റുകൂട്ടുകയാണ് ചെയ്യുന്നത്. തിരുപത്നിപദത്തിൽ ആവശ്യമായ പക്വതയും യോഗ്യതയുമുള്ള മഹിളാരത്നങ്ങൾ മാത്രമാണ് ആ പദവിയിലിരുന്നത്. ഒരു സംഭവം പറയാം. തിരുസന്നിധിയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചതാണ് ഗോത്രമുഖ്യനായ നുഅ്മാൻ ഇബ്നു ഷറാഹിൽ. സദസ്സിൽ വെച്ച് തൻ്റെ മകൾ ഉമൈമയെ കൂടി തിരുമേനി വിവാഹം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം. മഹർ സംബന്ധിച്ച ചർച്ചകൾക്ക് ശേഷം തിരുമേനി അവരെ നിക്കാഹ് ചെയ്തു. വധുവായി അവരെ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അബൂ ഉസൈദ് എന്ന സ്വഹാബിയെ പറഞ്ഞയച്ചു. തിരുനബിയുടെ പത്നിമാർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തു തന്നെ ബനു സായിദ ഗോത്രക്കാരുടെ തോട്ടത്തിൽ നിർമ്മിച്ച പ്രത്യേക കുടിലിലേക്കാണ് വധുവിനെ കൊണ്ടുവരുന്നത്. സ്വീകരിക്കാൻ ചെന്നവരിൽ ആയിഷ, സൊഫിയ ബീവിമാരുമുണ്ട്. തിരുനബിയും ഏതാനും പേരും അങ്ങോട്ട് പുറപ്പെട്ടു. തോട്ടത്തിൻ്റെ മതിലിന് പുറത്ത് സഹചാരികളെ നിർത്തി അവിടുന്ന് നവവധുവിനെ സമീപിച്ചു. തൻ്റെ പത്നിക്ക് നേരെ കൈനീട്ടിയ ഉടനെ അവർ പറയുന്നത് അഊദു ബില്ലാഹി മിൻക, താങ്കളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നാണ്. തിരുമേനി അവരെ ശാന്തയാക്കാൻ ശ്രമിച്ചു. വഴങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു രാജ്ഞി തൻ്റെ ശരീരം സാധാരണക്കാരന് നൽകുകയോ എന്നാണ് അവർ ചോദിച്ചത്. കഥയില്ലാതെ സംസാരിക്കുന്ന അവരെ സന്തോഷം തിരിച്ചയക്കാനാണ് തിരുമേനി ആവശ്യപ്പെട്ടത്. 2 വസ്ത്രങ്ങൾ സമ്മാനം നൽകി അവരെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ അബൂ ഉസൈദിനോട് തന്നെ നിർദ്ദേശിച്ചു. ആയിഷ ബീവിയും ഹഫ്സ ബീവിയും ചേർന്ന് കുസൃതി ഒപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തിരുമേനിയോട് അങ്ങനെ പ്രതികരിച്ചതെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. എന്നിരുന്നാൽ കൂടി അത് നബിയോട് പറയാൻ പാടില്ലാത്തതാണ് എന്നവർക്ക് മനസ്സിലായില്ലല്ലോ. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം സംഭവിച്ചതിൻ്റെ പേരിൽ അവർ വല്ലാതെ ഖേദിച്ചിട്ടുമുണ്ട്. ഇതിനെയാണ് അധിക്ഷേപക്കാർ തോട്ടത്തിൽ വെച്ച് നടന്ന ബലാത്സംഗ ശ്രമമായി ചിത്രീകരിക്കുന്നത്. ഹദീസുകളിൽ അങ്ങിങ്ങായി കിടക്കുന്ന ഉദ്ധരണികളെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്താണ് ഈ ക്രൂരവേലകൾ ഒപ്പിക്കുന്നത്. സ്ത്രീകളുടെ കാര്യത്തിൽ തിരുമേനിക്ക് യാതൊരു നിർബന്ധങ്ങളില്ലെന്നതും അവരുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യമെന്നതും ഈ സംഭവത്തിലും തെളിയുന്നുണ്ട്. അസ്മ എന്നാണ് അവരുടെ പേര്. അതീവ സൗന്ദര്യവതിയായിരുന്നു അവർ. നവവധുവായി മദീനയിലെത്തിയപ്പോൾ അവരെ കാണാൻ വന്ന സ്ത്രീകളിലൂടെ അവരുടെ സൗന്ദര്യകാര്യം മദീനയിലാകെ പ്രചരിച്ചു എന്നതും ചരിത്രത്തിൽ കാണാം. എന്നിട്ടും താൻ സമീപിക്കുന്നതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ സമ്മാനം കൊടുത്ത് തിരിച്ചയക്കുന്ന തിരുനബിയെയാണ് നാം കാണുന്നത്. സ്ത്രീ ലംബടനും കാമാർത്ഥനുമായ ഒരാളിൽ നിന്നും ഇതാണ് ഉണ്ടാവുക എന്ന് അധിക്ഷേപക്കാർ തന്നെ പറയട്ടെ. വേറെയും ചില വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുമായൊന്നും അവിടുന്ന് ദാമ്പത്യ ജീവിതം പുലർത്തിയിട്ടില്ല. ഇനി ഉണ്ടെന്ന് വന്നാൽ തന്നെയും അത് തിരുമേനിയുടെ പ്രവാചകത്വ സ്ഥിരീകരണത്തിന് കൂടുതൽ സാക്ഷ്യങ്ങളായി ഭവിക്കുകയാണ് ചെയ്യുക എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഹിബത്തുൻ നഫ്സ്, തിരുനബിയുടെ മാത്രം നിക്കാഹ് രീതി.
ഒരു സാധാരണ വിശ്വാസിക്ക് ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്യണമെങ്കിൽ അവർക്ക് മഹർ നൽകുക, അവളുടെ വലിയുമായി നിക്കാഹിൻ്റെ വാചകങ്ങൾ മൊഴിഞ്ഞ് ഇടപാട് നടത്തുക, അതിന് സാക്ഷികൾ ഉണ്ടായിരിക്കുക എന്നീ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. നബി തിരുമേനിയുടെ വിവാഹങ്ങളും ഇപ്രകാരം തന്നെയാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ വിവാഹിതരായിട്ടുള്ളവർ സാധാരണക്കാരനായ ഒരാളുടെ പത്നിയെപ്പോലെയല്ല. തിരുപത്നിമാർക്ക് ചില സവിശേഷ നിയമങ്ങളുണ്ട്. വിശ്വാസികളുടെ മാതാക്കൾ എന്ന ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന അവർക്ക് മക്കളിൽ ആരെയും ഇനി വിവാഹം ചെയ്യാൻ പാടില്ല. അവർ തിരുമേനിക്ക് മാത്രമുള്ളവരാണ്. സവിശേഷമായ ഹിജാബ് നിയമവും ജീവിതാന്ത്യം വരെ അവർ പാലിക്കണം. ഇതെല്ലാം മനസ്സിലാക്കി തന്നെ ഒരു സ്ത്രീ തന്നെ തിരുമേനിക്ക് സമർപ്പിക്കുവാനും തിരുപത്നി പദത്തിൽ ഇരിക്കുവാനും ആഗ്രഹിച്ചാൽ എന്തു ചെയ്യും? അവരെ വിവാഹം ചെയ്യാൻ തിരുമേനിക്ക് അനുവാദമുണ്ട്. ഖുർആൻ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അനുവാദവും നിർദ്ദേശവുമില്ലാതെ അവിടുന്ന് ഒന്നും ചെയ്യുകയുമില്ല. ആ സ്ത്രീക്ക് മഹർ നൽകണമെന്നും വ്യവസ്ഥയില്ല. തിരുമേനിക്ക് അവരെ സ്വീകരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തെ ഹിബത്ത് നൽകുന്നു, ഞാൻ സ്വയം സമർപ്പിക്കുന്നു എന്നിങ്ങനെയുള്ള വാചകങ്ങൾ അവർ പറയുകയും തിരുമേനി അത് സ്വീകരിക്കുകയും ചെയ്താൽ മതി. ഇതിനാണ് ഹിബത്ത് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടുള്ള നിക്കാഹ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചില സ്ത്രീകൾ തിരുനബിയോടൊത്തുള്ള കൂട്ടുജീവിതം മോഹിച്ച് സ്വയം സമർപ്പിതരാവാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവരെ സ്വീകരിക്കുകയോ നിക്കാഹ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്നതാണ് പ്രബല ചരിത്രം. തിരുനബിയെ ഒരു കാമഭ്രാന്തനായി ചിത്രീകരിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ എന്തു പറയാനുണ്ട്? അവരെ സ്വീകരിക്കാതിരുന്നതിൽ പല കാരണങ്ങളും ഉണ്ടാവാം. അനുവദനീയ രൂപത്തിൽ നോക്കി നിരീക്ഷിച്ചപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കൽ അതിലൊരു കാരണം മാത്രമാണ്. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. നബിയും സ്വഹാബത്തും ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് സ്വയം സമർപ്പിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു. തിരുമേനി അവരെ മുഴുവനായി ഒന്ന് നോക്കുകയും തുടർന്ന് താല്പര്യമില്ലെന്ന് അറിയിക്കുകയും സദസ്സിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാളെ അവർക്ക് വേണ്ടി അന്വേഷിക്കുകയും ചെയ്തു. തിരുനബിക്ക് സ്വയം സമർപ്പിതരാവാൻ വരുന്ന സ്ത്രീകളോട് എനിക്ക് കുശുമ്പുണ്ടായിരുന്നു എന്ന ആയിഷ ബീവിയുടെ വാക്കെടുത്ത് തിരുമേനിക്ക് ശരീരം നൽകാൻ സ്ത്രീകൾ വരി നിൽക്കുകയാണെന്നും വൻ വ്യഭിചാരമാണ് നടക്കുന്നതെന്നും കുപ്രചാരണം നടത്തി സായുജ്യം അടയുകയാണ് ചിലർ. ഒരു സ്ത്രീ പുരുഷനോട് തന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുന്നത് തെറ്റാണെന്ന് ഏത് അളവുകോൽ വെച്ചാണ് ഇവർ പറയുന്നത്? എന്നാൽ അങ്ങനെ വന്നവരെല്ലാം തിരുനബി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ പ്രധാന കാര്യം. അത്തരക്കാരെ സ്വീകരിച്ച് വിവാഹം ചെയ്യാമെന്ന ഖുർആനിക വചനം അവതരിച്ചപ്പോൾ ആയിഷ ബീവി പോലും സർവാത്മന അത് സ്വീകരിച്ചിട്ടും തിരുമേനിയുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നബിയെ, താങ്കളുടെ റബ്ബ് അതിവേഗം താങ്കളുടെ ഇഷ്ടം നടപ്പാക്കുകയാണല്ലോ എന്നാണ് അവർ പ്രതികരിച്ചത്. റബ്ബ് തീരുമാനിക്കുന്നത് എന്താണോ അതുമാത്രമാണ് തിരുമേനി ചെയ്യുന്നത് എന്നതിന് ആയിഷ ബീവിയുടെ ഒരു സാക്ഷ്യം കൂടിയാണത്. മുത്തുനബിയെ സർവാത്മന സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വലില്ലാഹിൽ ഹംദ്.